നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മോദിയും BJPയും ചെയ്തു കൂട്ടുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾ തുടരുമ്പോൾ തന്നെ വൻ തിരിച്ചടികളാണ് BJPക്ക് നേരിടേണ്ടി വരുന്നത്. പ്രതീക്ഷിച്ച സീറ്റുകൾ NDA മുന്നണിക്ക് കിട്ടില്ല എന്ന് ഉറപ്പായത് മുതൽക്ക് വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ മോദിയിൽ നിന്ന് പ്രവഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ടിലൂടെ വീണ്ടും വർഗീയ വിഷം നിറച്ച് രാജ്യത്ത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർദ്ധിച്ചു വരുന്നു എന്നും ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നുവെന്നുള്ള പ്രചരണവും ഇതിനിടയിൽ നടക്കുന്നു. ഇതിനിടയിലാണ് ഇന്നുച്ചയോടെ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകുന്ന സുപ്രീം കോടതി വിധിയും കടന്നു വരുന്നത്. BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും നെറുകയിലേറ്റ കനത്ത പ്രഹരമാണ് കേജ്രിവാളിൻ്റെ ജാമ്യം. ഇന്ത്യ മുന്നണിക്ക് ഇനി പുതിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഇത് മാറുമോ? രാജ്യം തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ BJPക്ക് അടിപതറുന്നു. കേജ്രിവാളിനെ അകത്താക്കി ആം ആദ്മിയെ പിളർത്തി ഇക്കുറി ഡൽഹി എളുപ്പം പിടിക്കാമെന്ന മോദിയുടെ മോഹങ്ങൾ തകർന്നടിഞ്ഞു. പ്രതിപക്ഷത്തിന് പ്രതീക്ഷിക്കാത്ത ആത്മവിശ്വാസമാണോ ഇത് നൽകുന്നത്? അറസ്റ്റിലായി 50-ാം ദിവസം ഒരു നിയോഗം പോലെ തെരഞ്ഞെടുപ്പിനിടയിൽ ജാമ്യത്തിൽ കേജ്രിവാൾ ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് എത്തുമ്പോൾ അത് BJPയെ കുറച്ചൊന്നുമല്ല അലട്ടുന്നത്. പ്രതിപക്ഷത്തിന് ആവേശമാകുന്ന BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ തിരിച്ചടിയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. इनकलाब इनकलाब वंदे वंदे। आज आपके बीच में आके बहुत अच्छा लग रहा है। मैंने कहा था ना मैं जल्दी आऊंगा, मैंने कहा था ना जल्दी आऊंगा, आ गया। सबसे पहले മോദിക്കിത് കനത്ത തിരിച്ചടിയോ? ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ A. സമ്പത്ത്, കോൺഗ്രസ് വക്താവ് ഹെൻറി ഓസ്റ്റിൻ, BJP വക്താവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം ഡോക്ടർ സമ്പത്ത്, മോദിക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യത്തിലുള്ള വരവ് ഒരു കനത്ത തിരിച്ചടിയാണോ? ഡോക്ടർ ലാലേ, ഇത് BJPക്കും BJPയുടെ സമുന്നതനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിക്കും ഇത് കനത്ത തിരിച്ചടി എന്നുള്ളതിനപ്പുറം ഇതൊരു വലിയ ഞെട്ടലാണ്. സ്വയം കൃത അനർത്ഥങ്ങളുടെ ഭാഗമായിട്ടുള്ള ഫലങ്ങൾ അത്തരത്തിൽ അവർ അനുഭവിച്ചേ മതിയാകൂ. ഇവിടെ ശ്രീ കേജ്രിവാളിന് ഇടക്കാല ജാമ്യം, ഞാനിപ്പോൾ മുഴുവൻ കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് അങ്ങ് അനുവദിച്ചിട്ടുള്ള ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഇടക്കാല ജാമ്യ ഉത്തരവ് അത് 8 പേജുള്ളതാണ് അല്ലേ? 8 പേജാണ്. ആ 8 പേജുള്ള സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യ ഉത്തരവിൽ 11 കേസുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. 11 കേസുകൾ. അതിൽ ചില കേസുകൾ മുമ്പ് ഞങ്ങളടക്കം പഠിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള അനന്തൻ നമ്പ്യാരുമായിട്ട് ബന്ധപ്പെട്ട കേസ്, ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂളുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം അന്ന് പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോഴാണ്. അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് മദ്രാശിയിൽ നിന്ന്. ഏറ്റവും ഒടുവിൽ 2024 വരെ ഉള്ള അത്തരം കാര്യങ്ങൾ, അതിൻ്റെ നാൾവഴികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഈ ഇടക്കാല ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് സുപ്രീം കോടതി ഇന്ത്യയുടെ ഭരണഘടനയുടെ ഭാഗം 3 അനുച്ഛേദം 21 ആർട്ടിക്കിൾ 21 കൂടി ബന്ധപ്പെടുത്തുകയാണ്.
അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ കേജ്രിവാൾ നൽകിയിട്ടുള്ള ഈ ജാമ്യത്തിൽ ഇത് കേസിൻ്റെ മെറിറ്റിലേക്ക് മറ്റു കാര്യങ്ങളിലേക്കൊന്നും അത്തരത്തിലൊന്നും കടക്കാതെ തന്നെ ഇക്കാര്യത്തിൽ പറയുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ലഫ്റ്റനൻ്റ് ഗവർണറുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി അത്തരത്തിൽ ആവശ്യമായി നിർബന്ധമായി ഇഫ് ഇറ്റ് ഈസ് നെസസറി അങ്ങനെ ആ കാര്യത്തിൽ അങ്ങനെ അർജൻസി ഉണ്ടെങ്കിൽ ആ ഫയലുകൾ അദ്ദേഹം ഒപ്പിട്ടയക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയി അത്തരത്തിലുള്ള തൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്നതിനകത്ത് വിലക്കുണ്ട് എന്ന് BJPയുടെ പ്രതിനിധികൾക്കെല്ലാം പറയാൻ കഴിയുമെങ്കിലും ഈ ഒരു പ്രൊവിസോ കൂടി വെച്ചുകൊണ്ടാണ് ഇടക്കാല ഉത്തരവ്, ആ ഇടക്കാല ജാമ്യം നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് യാതൊരു വിലക്കുമില്ല എന്നുള്ളതാണ്. അതിന് മറ്റൊരു കേസ് ഇവിടെ സുപ്രീം കോടതി സൈറ്റ് ചെയ്തിട്ടുമുണ്ട്. ഞാനത് ഇപ്പോൾ വായിക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട് റാലികൾ സംഘടിപ്പിക്കുക, ആ കേസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. റാലികൾ സംഘടിപ്പിക്കുക, കമ്മിറ്റികൾ കൂടുക, പൊതുയോഗങ്ങൾ നടത്തുക, ജനങ്ങളോട് അത്തരത്തിൽ രാഷ്ട്രീയം സംവദിക്കുക, അത്തരം കാര്യം. ഇവിടെ അത് കേജ്രിവാളിന് ഇത് നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞാലേ ശ്രീ ജേക്കബ് ജോർജും ഉള്ളൊരു ചർച്ചയിലാണെങ്കിലും ഈ ഗോലിയാത്ത് കേട്ടിട്ടുണ്ടല്ലോ. ഗോലിയാത്ത്, ഭീമാകാരനായ ഗോലിയാത്തിനെ വെല്ലുവിളിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഈ ഗോലിയാത്ത് നടക്കുന്നത് അത് ശബ്ദം കേട്ടാൽ തന്നെ വല്ലാതെ ഭൂമി പ്രകമ്പനം കൊള്ളുമായിരുന്നു. ചെറിയ ദാവീദ് ഒരു കവണയുമായി നിന്നിട്ട് അത്തരത്തിൽ ഈ ഗോലിയാത്തിനെ മറിച്ചിട്ടതിൻ്റെ സ്ഥിതി അറിയാമല്ലോ. ഉണ്ണിക്കണ്ണൻ്റെ കഥ ഉല്ലാസ് ബാബുവിന് നന്നായിട്ട് അറിയാമല്ലോ. ഉണ്ണിക്കണ്ണൻ്റെ കഥ കംസനാണല്ലോ ഉണ്ണിക്കണ്ണൻ ആ വീരപരിവേഷം നൽകുന്നതിന് കാരണക്കാരനായി മാറിയത്. കംസൻ്റെ അധികാര ദുർമോഹമായിരുന്നല്ലോ. ആർത്തിമൂത്ത് വട്ടാവുക എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീയോടുണ്ടായ അഭിനിവേശമാണല്ലോ. മഹാഭാരത കഥയിൽ സൈരന്ധ്രിയോടുണ്ടായ വല്ലാത്ത അഭിനിവേശമാണല്ലോ കീചകൻ്റെ അന്ത്യത്തിലേക്ക് വഴിവെച്ചത്. ഇവിടെ ഞാനിത് പറയാനിടയായത് എന്താണെന്ന് വെച്ചാൽ ആർത്തിമൂത്ത് വട്ടാവുക എന്ന് പറയുന്നത് പോലെ അധികാരത്തിൻ്റെ പ്രമത്തതയിൽ ആറാടുകയും അധികാരം എന്നത് തങ്ങളുടെ കുത്തകാവകാശമാണ് എന്നും തങ്ങളല്ലാതെ മറ്റാരുമില്ല എന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം ഈ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഞാൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് ചുരുക്കുകയാണ്. ഇവിടെ ഞാൻ ഇത് സാമ്യപ്പെടുത്തുന്നത് 1938 അന്ന് ഇന്ത്യ തിളച്ചുമറിയുന്ന കാലത്ത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാർക്ക് തലവേദനയായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന് ഹിറ്റ്ലർ നൽകിയൊരു ഉപദേശമുണ്ട്. ഹിറ്റ്ലർ നൽകിയ ഉപദേശം മഹാത്മാഗാന്ധി എന്ന് അദ്ദേഹം പറഞ്ഞില്ല, ഗാന്ധിയെ വെടിവെച്ച് കൊന്നേക്കൂ, എല്ലാ വിഷയങ്ങളും അവസാനിക്കും എന്നതാണ് ലോർഡ് ഹാലിഫാക്സിന് അത്തരത്തിൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഹിറ്റ്ലർ നൽകിയ ഉപദേശം. വീണ്ടും അത്തരത്തിൽ പ്രശ്നക്കാരുണ്ടെങ്കിൽ അവരെ എല്ലാം വെടിവെച്ചേക്കൂ, അതോടുകൂടി ആ പ്രശ്നങ്ങൾ അവസാനിക്കും എന്നുള്ളതാണ്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് എങ്ങനെയാണോ ആ വിധത്തിൽ ഫാസിസത്തിൻ്റെ ഉദയം എന്നുള്ളത് ജർമ്മനിയിൽ കണ്ടത്, അതിൻ്റെ നേരെ ഒരു പകർപ്പ് ഒരു 90 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ഫാസിസത്തെ ചെറുക്കാൻ കഴിയും, തടയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി ഈ നിയമ പോരാട്ടത്തെ ഞാൻ കാണുകയാണ്. ഈ നിയമ പോരാട്ടത്തിൽ ഇന്ന് കേജ്രിവാളിന് ലഭിച്ചിട്ടുള്ളത് ഈ BJP തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ മുഴുവൻ വകവരുത്താൻ, ഞാൻ ആ പദമാണ് ഉപയോഗിക്കുക, വകവരുത്താൻ, അനിഹിലേറ്റ് ചെയ്യാൻ അവരെയെല്ലാം അങ്ങനെ എല്ലാം ആ വിധത്തിൽ വകവരുത്താൻ, തുടച്ചു നീക്കാൻ എല്ലാ ഭരണകൂടത്തിൻ്റെ കരങ്ങളെ ഉപയോഗിക്കും എന്നുള്ളത് അന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കെട്ടഴിച്ചു. 2 വകുപ്പുകളാണ് അതിൽ പ്രധാനമായും വലിയ വിഷയമായിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള അതിൻ്റെ ലീഗാലിറ്റിയും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ സംബന്ധിച്ചും സുപ്രീം കോടതിയിൽ നിലവിൽ കേസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതിൽ ഒരു ഭേദഗതി വരുത്തിയത്. അതിനെ തുടർന്നാണ് അപരിമിതമായ അധികാരങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് അങ്ങനെ ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഇവിടെ കടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഈ പ്രതിപക്ഷ പാർട്ടികളെ ഈ വിധത്തിൽ വരിഞ്ഞു മുറുക്കുക, കഴുത്തിന് കുത്തിപ്പിടിക്കുക, ശ്വാസം മുട്ടിപ്പിക്കുക എന്നുള്ളതിന് വേണ്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കെട്ടഴിച്ച് വിട്ടതിനെ തുടർന്നാണ് ഇതുണ്ടായിട്ടുള്ളത്. ഈ വിനാശകാലെ വിപരീത ബുദ്ധി എന്നത് അങ്ങനെ മോദി സർക്കാരിന് വന്നു എന്നത് ചരിത്രം കൃത്യമാണ്. അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഇപ്പോൾ ഡോക്ടർ എ സമ്പത്ത് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇത്രയാണ്. അതായത് മോദിക്ക് കനത്ത തിരിച്ചടി എന്നല്ല, അതിനപ്പുറമുള്ള വാക്കുകളുണ്ടോ എന്ന് അദ്ദേഹം ഇതിനിടയിൽ പരതുന്നുണ്ടായിരുന്നു. അതിന് അദ്ദേഹം കുറേ കഥകൾ, ചരിത്രം ഇതൊക്കെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അതൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അരവിന്ദ് കെജ്രിവാളിനെ മുൻകൂർ ജാമ്യത്തിൽ വിട്ടത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? ആദ്യം
ബഹുമാനപ്പെട്ട സമ്പത്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് സാറ് അറിവും വിവരവും ഒക്കെ കൃത്യമായിട്ടുള്ള ആളാണ്. വളരെ മനോഹരമായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരാളുമാണ്. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ ശൈലി അത് ഒരു രാഷ്ട്രീയക്കാരന്റെ മാത്രമായി പോയി എന്നുള്ളതാണ്. ഒരുപക്ഷെ കൈരളി ചാനൽ ആയതുകൊണ്ടായിരിക്കാം. നോക്കൂ, ഇതിനകത്ത് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടിയാൽ BJPക്ക് എന്താ പ്രശ്നമൊന്നും? BJPക്ക് എന്താ അതിനകത്ത് വിഷയം? ഇവിടെ ലാലു പ്രസാദ് യാദവ് എന്ന് പറയപ്പെടുന്ന വ്യക്തി ജയിലിൽ കിടന്ന് ജാമ്യം കിട്ടിയ ശേഷം മന്ത്രിയായിട്ടില്ലേ? ബാലകൃഷ്ണപിള്ള ഇവിടെ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തു വന്ന് ഇവിടെ നിങ്ങൾ ലാസ്റ്റ് ഭരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ ക്യാബിനറ്റ് പദവി കൊടുത്തവരാണ്, MLA ആയ ആളാണ്, മൈനായിട്ട് മന്ത്രി. ഇവിടെ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ജയിലിൽ കിടന്നിട്ടുണ്ട്, ജാമ്യം കിട്ടേണ്ടി. ഈവൻ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള അങ്ങനെ നിരവധി ആളുകൾ, സോണിയാഗാന്ധി അടക്കമുള്ളവർ ജാമ്യത്തിലാണ്. ഇവിടെ ഈ ജാമ്യത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഈ കാലത്ത് ഡോക്ടർ ലാൽ കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ കൂട്ടുന്ന് പുറത്തേക്ക് ഇറക്കി വിടും, കൊക്കൊക്കൊക്കൊക്കൊക്കൊക്കൊ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പോകും. പോയി കഴിഞ്ഞ 6 മണിയാകുമ്പോൾ കൃത്യമായി വന്ന് കൂട്ടിൽ കയറും. അതേപോലെ തന്നെയാണ് ഇത്. 2-ാം തീയതി വന്ന് വീണ്ടും കയറണം അതിനകത്ത്. 2-ാം തീയതി ഇതെന്താണ്? പരോളിന് നമ്മൾ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്ക് പരോൾ കൊടുക്കും, കല്യാണത്തിന്, മരിച്ചാൽ ഇത്യാദി കാര്യങ്ങൾക്ക്. അതേപോലെ ഇടക്കാല ജാമ്യമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. കൃത്യമായി 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി തിരിച്ചു കയറണം. അതിന് കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ രാഷ്ട്രീയത്തിൽ ഇന്ന് കോടതി എടുത്ത തീരുമാനത്തിൽ സുപ്രീം കോടതി പറഞ്ഞ ഒരു കാര്യം എന്താ ലാൽ കാണാത്തത്? എന്താ കാണാത്തത്? സുപ്രീം കോടതി പറഞ്ഞില്ലേ 9 തവണ നോട്ടീസ് അയച്ചിട്ട് നിങ്ങൾ വരാഞ്ഞത് ശരിയായില്ല, കൃത്യമായി പറഞ്ഞിട്ടില്ലേ? 2, ഇദ്ദേഹത്തിന് CM-ന്റെ ഓഫീസിൽ കയറാൻ പറ്റില്ല. മുഖ്യമന്ത്രിയാണ് കേട്ടോ, ഓഫീസിൽ കയറാൻ പാടില്ല, കോടതി പറഞ്ഞിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ കയറാൻ പാടില്ല, മുഖ്യമന്ത്രിയാണ് കേട്ടോ, അദ്ദേഹം കോടതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഫയലിൽ ഒപ്പിടാൻ പറ്റില്ല, ലഫ്റ്റനന്റ് ഗവർണർ അനുമതി കൊടുക്കാത്തതായിട്ടുള്ള ഒരു ഫയലിലും ഇദ്ദേഹം ഒപ്പിടാൻ പാടില്ല. കൃത്യമായിട്ട് ഒരു മുഖ്യമന്ത്രി ആയിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രി ഓഫീസിൽ കയറാൻ പാടില്ല, സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്കേ കടക്കാൻ പാടില്ല. ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരണത്തിന് പൊയ്ക്കോളാൻ പറഞ്ഞ് ഒരു നീതിന്യായ പീഠം ഇടക്കാല ജാമ്യം അനുവദിച്ചാൽ അത് മോദി സർക്കാരിന്റെ പരാജയമായി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയപ്പെടുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കെജ്രിവാൾ എന്ന് പറയപ്പെടുന്ന ഒരു അഴിമതിക്കാരൻ, അഴിമതി ചെയ്തിട്ടില്ല എങ്കിൽ സുപ്രീം കോടതി CM ഓഫീസിൽ കയറാൻ പാടില്ല എന്ന് പറയും, CM-ന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ പാടില്ലെന്ന് പറയും, സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ പാടില്ല എന്ന് പറയും, സാക്ഷികൾ കാണുന്നതടക്കം അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് ഈ കേസിനെ പ്രതിപാദിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയും. 1-ാം തീയതി കഴിഞ്ഞ് 2-ാം തീയതി കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമോ? അപ്പൊ ഇതൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ വളരെ കൃത്യമല്ല സാർ. അദ്ദേഹം കൃത്യമായ കുറ്റാരോപിതനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയല്ല സുപ്രീം കോടതിയുടെ മുമ്പിൽ എന്ന് വേണ്ടി അതിനെ വ്യാഖ്യാനിക്കാൻ. അത് സമ്പത്ത് സാറിനെ പോലെയുള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനവും ഒക്കെ സ്വാഭാവികമായിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ പാടാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇതേപോലുള്ള ഒരു രാഷ്ട്രീയമായിട്ട് അത് മോദിയുടെ ഒരു വീഴ്ചയാണ് എന്ന രീതിയിൽ കണ്ടത്. ഇത് മോദിയുടെ ഉല്ലാസ് ബാബു മനസ്സിലാക്കിയിരിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാൾ എല്ലാ ദിവസവും രാവിലെ മുതൽ ഈ കൊക്കോ എന്നൊക്കെ വിളിച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീട്ടിൽ കയറണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നാണോ? അതോ അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അവകാശങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞ അതല്ലല്ല, അതൊരു ഉദാഹരണമാണ് ഡോക്ടർ ലാൽ. ഞാൻ പറയുന്നത് ഒരു ഇത്ര സമയം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് 2-ാം തീയതി അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണമേ. അല്ല, തെറ്റുണ്ടോ ലാൽ? അത് ഞാൻ ഇതിനിടയ്ക്ക് ഇപ്പൊ ഈ കേസ് പോലും ഞാൻ മനസ്സിലാക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടിട്ടില്ല. ഇതിനിടയിൽ ഇനി പല നിയമ പോരാട്ടങ്ങൾക്കുള്ള അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട്. ഡോക്ടർ ലാൽ ഒരു ചോദ്യമല്ല, ഉല്ലാസ് ബാബുവിനോടുള്ള എല്ലാ സ്നേഹത്തോടും ചോദ്യമല്ല, ഇടപെടുകയല്ല. രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതിയുടെ ഒരു ഉത്തരവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചയിൽ ആ ഉത്തരവിൽ പരാമർശിച്ചിട്ടില്ലാത്ത കാര്യം കോടതി ഉത്തരവിൻ്റെ ഭാഗമാണ് എന്ന നിലയിലോ ആ കോടതി ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, നമുക്കെല്ലാം രാഷ്ട്രീയമുണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഉൾപ്പെടെ ആരെങ്കിലും പറഞ്ഞാലോ അത് കോടതി അലക്ഷ്യമായി മാറും. അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഞാനില്ല. പക്ഷേ ഉല്ലാസ് ബാബുവും അത് മനസ്സിലാക്കുമെന്ന അർത്ഥത്തിലാണ് ഞാൻ പറയാം. ഉത്തരവിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യത്തെ പരോൾ എന്നതും ഇന്ററിം ബെയിൽ എന്നുള്ളതും രണ്ടാണ്. പരോൾ എന്നുള്ളതും ഇടക്കാല ജാമ്യം എന്നുള്ളതും രണ്ടാണ്. ഞാൻ 11 കേസുകളെ കുറിച്ച് പറഞ്ഞു. പരോൾ നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്നതാണ്. പരോൾ നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ അധികാരത്തിൽപ്പെടുന്നതിനെ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ഉത്തരവിൽ പറയുന്നു. ഈ granting of a parole, granting of parole to an accused and the granting of interim bail to the accused, ഇത് entirely different ആണ്.
എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ കോടതി അലക്ഷ്യം നമ്മൾ ഇരുന്ന് വാങ്ങരുത്. സാർ ഇൻട്രീം ബെയിൽ എന്താണെന്നും പരോൾ എന്താണെന്നും സമ്പത്ത് സാർ ഇൻട്രീം ബെയിലും പരോളും ഒക്കെ സ്വാഭാവികമായിട്ടൊരു വക്കീലായി എനിക്കറിയാലോ. ഞാൻ പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ സമ്പത്ത് സാർക്ക് മനസ്സിലായില്ലെങ്കിൽ ബഹുമാനപുരസരം ഞാൻ പറഞ്ഞത് പരോളൊക്കെ കൊടുക്കുന്നത് പോലെ കല്യാണത്തിനും മരിച്ചാലും ഇത്യാദി കാര്യങ്ങൾക്ക് പരോളൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ഇത്ര കാലത്തിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ജാമ്യ വ്യവസ്ഥ പറഞ്ഞുകൊണ്ട് പോകുന്നത് മോദി സർക്കാരിന് യാതൊരു പ്രശ്നവുമില്ല. അതേപോലെ തന്നെയാണ് ഈ ഇൻട്രീം ബെയിലിനെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാർ അവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഉല്ലാസ് ബാബു ഒരു മിനിറ്റ്, താങ്കൾ ഈ ഒച്ച വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഇതിനിടയ്ക്ക് കാര്യങ്ങൾ പറയണം. ഈ കേന്ദ്ര സർക്കാർ ED പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഈ കാര്യത്തിൽ ഒരു കാരണവശാലും ഇടക്കാല ജാമ്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം അനുവദിക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെ അല്ല ഞാൻ ടെക്നിക്കലായ ഞാൻ അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, ഞാൻ ഉല്ലാസ് ബാബു എന്നോട് ദയവായി ക്ഷമിക്കുക, ഞാൻ ഇടപെടുക, അങ്ങയുടെ സമയം കുറയ്ക്കില്ല, എൻ്റെ സമയം എടുത്തോളൂ ആ കാര്യത്തിൽ, അതിന് എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ. പരോളിൽ പുറത്തിറങ്ങുന്നതായ ഒരു പ്രതി, ആ പരോൾ നൽകുന്നത് അഡ്മിനിസ്ട്രേഷനാണ് എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റാണ്, അത് ഇന്ത്യ ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ആവാം. ആ കാര്യത്തിൽ പരോളിൽ പുറത്തിറങ്ങുന്ന വ്യക്തിക്ക് ഈ പറയുന്ന ഇടക്കാല ജാമ്യത്തിൽ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയോ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ഉള്ള ആ അവകാശം ഇല്ല. അടിയന്തര സാഹചര്യത്തിൽ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വിവാഹം, മരണം, അത്തരത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യങ്ങൾക്ക് അതിന് പോയിട്ട് വരുന്ന പരോളും ഇടക്കാല ജാമ്യവും രണ്ടും രണ്ടാണ് ചങ്ങാതി. ശ്രീ ഉല്ലാസ് ബാബു ഒരു മിനിറ്റ്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ഓവർലാപ്പ് ചെയ്യണ്ടല്ലോ. ശ്രീ ഉല്ലാസ് ബാബു ഒരു മിനിറ്റ് ഉല്ലാസ് ബാബു, താങ്കൾ ഒന്നാമത് ഈ ക്യാമറ ഉള്ളിടത്തേക്ക് വന്നിട്ടില്ല, സൂമിലിരിക്കുന്നതുകൊണ്ട് സാങ്കേതികമായി ഇത് കേൾക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാനുള്ള അവസരം ഉണ്ടായാൽ മാത്രമേ ഈ ചർച്ച മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുള്ളൂ. ഇത് ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് താങ്കൾ ഒന്ന് ശ്രദ്ധിക്കൂ, ഇതിനിടയിൽ കയറി പറയാതിരിക്കൂ. സമ്പത്ത് പറയുമ്പോൾ അദ്ദേഹം പറയട്ടെ, താങ്കൾ പറയുമ്പോൾ താങ്കൾ പറയട്ടെ. അനുമതി ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ ഞാൻ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം പറയൂ, അല്ലെങ്കിൽ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് താങ്കൾ ഒന്ന് കേൾക്കൂ. ഈ കാര്യത്തിൽ പരോളല്ല, ആ കാര്യം നമ്മൾ അംഗീകരിക്കണം. അതുപോലെ ഇടക്കാല ജാമ്യത്തിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള എല്ലാ അനുമതിയും അവകാശങ്ങളും അനുവദിച്ച് കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനോട് കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് കെജ്രിവാൾ പറയുന്നതിനെ തടയാൻ ഞങ്ങൾ തയ്യാറല്ല, നിങ്ങൾ അവിടെ അദ്ദേഹം പറയുന്നതിന് മറുപടി പറയാൻ ശ്രമിച്ചുകൊള്ളൂ എന്നാണ്. അതായത് കൃത്യമായി അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകാൻ കേസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തടസ്സമുണ്ട്, പക്ഷേ ബാക്കി ഒരു പ്രവർത്തനത്തിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമോ? ഇതാണ് ചോദ്യം. കൃത്യമായിട്ട് ഡോക്ടർ ഇനി ഇടപെടില്ലല്ലോ. ഞാൻ സമ്പത്ത് സാറ് പറയുന്ന കാര്യത്തിൽ വളച്ചൊടിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത്. അതങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള വ്യക്തിപരമായ കാര്യം പറയുന്നു. എന്താണ് പറഞ്ഞത്? ഒരു പരോൾ അനുവദിക്കുമ്പോൾ പോലെ ഒരു വ്യക്തിക്ക് കിട്ടുന്നത് പോലെ ഞങ്ങൾക്കത് ഫീൽ ഈഗോ വേണ്ട. ഞാൻ അതിനകത്ത് ഒരു മോഡറേറ്റ് ചെയ്ത് പറഞ്ഞല്ലോ, പരോൾ അല്ല, ഇത് പരോൾ അല്ല, അത് തീർപ്പായി. ഇനി താങ്കൾ അതിൽ കയറി പിടിക്കണ്ട. താങ്കൾ അത് പറഞ്ഞതിനെ കുറിച്ച് ഇവിടെ അതിനൊരു അർത്ഥമില്ല. ഇനി അതിലേക്ക് കയറി പോകല്ലേ. ഫീൽ ചെയ്യുന്നുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയ ഇത് പരോളല്ല, ഇത് പരോളല്ല, മുൻകൂർ ജാമ്യമാണ്. പ്രചരണം നടത്തിയാലും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ഒരു ചൂക്കും സംഭവിക്കാൻ പോകുന്നില്ല. ലാലെ, നിങ്ങൾ ഇങ്ങനെ വെള്ളം വെച്ച് അരിയും പരിപ്പും വേവിച്ചുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അയാൾ വന്ന് എന്ത് പ്രസംഗിച്ചാലും, അയാൾ ഒരു അഴിമതിക്കാരനായിട്ടുള്ള ഈ ഇന്ത്യൻ ജനതയെ വഞ്ചിച്ച കെജ്രിവാൾ എന്തെല്ലാം പ്രസംഗിച്ചാലും ഞങ്ങളുടെ തേരോട്ടത്തെ നിർത്താനുള്ള പ്രാപ്തിയൊന്നും കെജ്രിവാളിനില്ലെന്ന് ലാൽ എഴുതി വെച്ചോ. ശരി. അപ്പൊ അതാണ് ഹെൻറി ഓസ്റ്റിൻ താങ്കളുടെ അടുത്തേക്ക് വരികയാണ്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇപ്പോൾ ഉല്ലാസ് ബാബു പറഞ്ഞിരിക്കുന്നത് BJPയുടെ മനസ്സിലുള്ള കാര്യമാണ്. അതായത് അവരെന്തോ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞ പ്രതികരണത്തിൽ നിന്ന് എന്തോ പറഞ്ഞു ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം പോലെ തോന്നുന്നുണ്ടോ? ഇത് പരോളാണെന്ന് അവർക്ക് പറഞ്ഞു വെക്കണം. ഇതിനകത്ത് ഇനി അഥവാ അരവിന്ദ് കെജ്രിവാൾ വന്ന് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ പോലും ഞങ്ങൾക്കൊരു പേടിയുമില്ല, എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് മുൻകൂറായി പറഞ്ഞു വെക്കുന്നത് കൊണ്ട് ശരിക്കും അവർ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? ഹെൻറി ഓസ്റ്റിൻ.
നമ്മൾ ഈ 18ാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രോഗ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 4ാം ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് വലിയ തിരിച്ചടി തന്നെയാണ് നരേന്ദ്രമോദിക്കും ഈ സർക്കാരിനും കേജ്രിവാൾ ജാമ്യം ലഭിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ളത്. കാരണം നമ്മൾ ഈ ഇലക്ഷൻ്റെ ആദ്യഘട്ടത്തിൽ കണ്ടത് നരേന്ദ്രമോദി വികസനത്തിൻ്റെ ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതാണ്. 400 സീറ്റ് ലഭിക്കും, മോദിയുടെ ഗ്യാരണ്ടി, ഇതൊക്കെയാണ് ചർച്ചയായത്. പക്ഷേ നമ്മൾ ഓരോ ഘട്ടം കഴിയുമ്പോഴും ഈ തെരഞ്ഞെടുപ്പിലെ BJPയുടെയും NDAയുടെയും പ്രോസ്പെക്റ്റുകൾ മങ്ങലേൽക്കുന്നതിൻ്റെ ഒരു തിരിച്ചറിവ് അവർക്ക് തന്നെ ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിലെ അജണ്ടകളിൽ ആ മാറ്റം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മോദിയുടെയും അമിത്ഷായുടെയും അവരുടെ പ്രതിരോധ മന്ത്രിയുടെ എല്ലാവരുടെയും അവരുടെ പ്രസംഗങ്ങളിലൊക്കെ വരുന്ന ആ വർഗീയ വിദ്വേഷം ഇപ്പോൾ ഡയറക്റ്റായിട്ട് വർഗീയ വിദ്വേഷത്തിൽ ഊന്നിയുള്ള ആ അജണ്ടയിലേക്ക് മാറിക്കൊണ്ടുള്ളൊരു പ്രസംഗ ശൈലിയിലേക്കും പ്രചരണത്തിലേക്കും അവർ മാറിക്കഴിഞ്ഞു. അത് അവരുടെ സ്വിങ്ങിങ് ആയിട്ടുള്ള ഫോർച്യൂൺസിൻ്റെ ഒരു പ്രതിഫലനമാണ്. ഇത് ഈ വിധി ഇന്ന് കേജ്രിവാളിന് ലഭിച്ചിട്ടുള്ള ഈ ഇടക്കാല ജാമ്യം അത് പ്രചരണത്തിന് ഉപാധികളില്ലാതെ പ്രചരണത്തിന് കൂടി അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി നൽകിയിട്ടുള്ള വിധി എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് നീതിന്യായ വ്യവസ്ഥയിലൂടെ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമ്മാനം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്നലെ വരെയും സർക്കാർ അഫിഡവിറ്റ് ഈ ജാമ്യം തടയാനുള്ള അഫിഡവിറ്റ് കോടതിയിൽ സമർപ്പിച്ചതാണ്. അപ്പോൾ എത്രത്തോളം ഇതിനെ എതിർത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സർക്കാരിന് കേജ്രിവാൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് നിർബന്ധ ബുദ്ധി ഉണ്ടായിട്ട് പോലും സുപ്രീം കോടതി ഇത്തരമൊരു വിധി വന്നത് തീർച്ചയായിട്ടും സർക്കാരിനായിട്ട് തിരിച്ചടി തന്നെയാണ്. പിന്നെ BJPയുടെ വക്താവിടെ സംസാരിച്ച ടോൺ അത് ആ പാർട്ടിയുടെ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രതിഫലനമാണ്. പ്രതിപക്ഷത്തെ നേതാക്കന്മാരെല്ലാം കൊക്കരക്കോ എന്ന് വിളിച്ചുകൊണ്ട് കോഴികൾ കൂടി നടക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ ഒരു പുച്ഛസ്വരം ജനാധിപത്യത്തിൻ്റെ ആ മര്യാദകൾ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ്. അവരുടെ സംസ്കാരമാണത്. കാരണം BJPക്ക് അവർ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ ഭരണഘടനാ സംവിധാനത്തിൽ വീർപ്പുമുട്ടി കഴിയുന്നൊരു പാർട്ടിയാണ്. അവർ ഭരണത്തിലുണ്ടെങ്കിൽ പോലും ഈ ഇന്ത്യയുടെ ഭരണഘടനയുടെ അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുവന്ന് വീർപ്പുമുട്ടുന്ന ഒരു പാർട്ടിയാണ് BJP. യാതൊരു സംശയമില്ല. അവർക്ക് ഏകാധിപത്യത്തിലേക്കുള്ള ഒരു പ്രയാണത്തിലാണ് ഈ പാർട്ടി. അവർക്ക് സമഗ്രാധിപത്യം വേണം, അവർക്ക് അമിതമായിട്ടുള്ള അധികാര കേന്ദ്രീകരണം വേണം. അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് എതിർ സ്വരങ്ങൾ ആവശ്യമില്ല. ജനാധിപത്യം കേവലം തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, നമ്മൾ ഉത്തര കൊറിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, തുർക്കിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് മാത്രം ജനാധിപത്യം ആവുന്നില്ലല്ലോ. ജനാധിപത്യം എന്ന് പറയുന്നാൽ എതിർക്കാനുള്ള അവകാശം കൂടി ജനാധിപത്യത്തിലുണ്ട്. അങ്ങനെ എതിർപ്പിൻ്റെ സ്വരങ്ങൾ ഉയർത്തുന്ന എല്ലാവരെയും അവരെ ഒതുക്കുക അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കുക, അവരെ കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷിപ്പിക്കുക, അവരെ അതുവഴിയായിട്ട് ഭീഷണിപ്പെടുത്തുക. അങ്ങനെ ഓരോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഒരു കേസിൽപ്പെടുത്തിക്കൊണ്ട് അയോഗ്യനാക്കാനും വീട് തട്ടിയെടുക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറക്കി വിടാനും ഒക്കെ ഇവർ മുതിർന്നതാണല്ലോ. അവിടെയൊക്കെ നീതിന്യായ വ്യവസ്ഥയാണ് അതിനൊക്കെ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രതിരോധമായി ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭരണഘടന തന്നെ ഭരണഘടനയും ഈ ജനാധിപത്യത്തിലുള്ള നീതിന്യായ വ്യവസ്ഥ അടക്കം ഇവരത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തുന്നുള്ള കാര്യം യാതൊരു സംശയവും വേണ്ട നമുക്ക്. കാരണം BJPയുടെ ആ DNA-യിൽ ഈ പാർട്ടിയുടെയും ഈ മുന്നണിയുടെയും DNA-യിൽ അവർക്ക് സമഗ്രാധിപത്യമാണ് ആവശ്യം. ജനാധിപത്യത്തെ പരിപൂർണമായ ജനാധിപത്യമല്ല. എതിർ സ്വരങ്ങളെ, എതിർ പാർട്ടികളെ, പ്രതിപക്ഷത്തെ അവർക്ക് ആവശ്യം. പ്രതിപക്ഷ നേതാവിനെ നൽകാൻ അവർ തയ്യാറല്ല. അവർക്ക് പ്രതിപക്ഷ സ്വരങ്ങൾ വേണ്ട. എവിടെയൊക്കെ പ്രതിപക്ഷ സ്വരങ്ങൾ ശക്തമാകുന്നോ അതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ ഓർഗനായിട്ട് തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ CBI-യെയും ED-യെയും ഇൻകം ടാക്സിനെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓരോ തലത്തിൽ പല രീതിയിലുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ഒതുക്കാനായിട്ടുള്ളൊരു സംഘടിതമായ ശ്രമം നടത്തുന്ന ഒരു സർക്കാരാണിത്. ഏറ്റവും കൂടുതൽ കേസുകൾ ED എടുത്തിട്ടുള്ളതും പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ. എത്ര BJPക്കാർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്? ഇല്ലല്ലോ, വളരെ ചുരുക്കമല്ലേ. അപ്പോൾ ഇത് തന്നെ വളരെ വ്യക്തമാണ്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ പാവയായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഓർഗനായിട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി കൂടി ഏറ്റ തിരിച്ചടിയാണിത്. ഈ പ്രതികാര രാഷ്ട്രീയത്തിന് ഇന്ന് നീതിന്യായ വ്യവസ്ഥ കൊടുത്ത ഈ മുഖമടച്ചുള്ള അടി തന്നെയാണ് കേജ്രിവാളിൻ്റെ ഈ ഇടക്കാല ജാമ്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹം പ്രചരണത്തിനിറങ്ങുമ്പോൾ 4ാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണാം. എന്തായാലും ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമല്ലോ. 4ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ NDA മുന്നണിയുടെയും BJPയുടെയും രാഷ്ട്രീയ ഫോർച്യൂൺസിന് വലിയ മങ്ങലേറ്റിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും, ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒരു വേവില്ല, ഒരു രാഷ്ട്രീയ വേവില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് വർഗീയ അജണ്ടയിൽ ഊന്നിക്കൊണ്ടുള്ള പഴയകാല രാഷ്ട്രീയത്തിലേക്ക് അപരവൽക്കരണം നടത്തിക്കൊണ്ട് വിഭാഗീയതയും വർഗീയതയും വിദ്വേഷവും
ആ ഒരു വിഭാഗീയ ചിന്തകൾ ഉണർത്തിക്കൊണ്ടുള്ള ഈ രാഷ്ട്രീയമായിട്ട് ഇന്ന് നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാർ പുറത്തേക്ക് വരുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പോലും അതിന് മൗനസമ്മതം എന്ന രീതിയിൽ നടപടികൾ 59 കംപ്ലൈൻറ്റുകളാണ് കോൺഗ്രസ് പാർട്ടി മാത്രം ഇവിടെ നൽകിയിട്ടുള്ളത്. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെയും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനും പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്ടിനും ഒക്കെ എതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും അതിനൊക്കെ എതിരായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പോലും മിണ്ടാട്ടമില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്ത് നമ്മൾ കാണുമ്പോൾ ജനാധിപത്യത്തിന് ഇന്ന് ആശ്വാസകരമായിട്ടുള്ള വിധിയാണ് സുപ്രീം കോടതി വഴിയായിട്ട് കേജ്രിവാളിന് ലഭിച്ചിരുന്ന കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. യെസ്, ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ഇക്കാര്യത്തിൽ ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ അല്ല. ഈ വിധിയുടെ തുടക്ക ഭാഗത്ത് തന്നെ കോടതി കൃത്യമായി സാധാരണക്കാർക്ക് കിട്ടാത്ത നീതി എങ്ങനെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ മാത്രം നോക്കുന്നത് എന്നൊക്കെ വാദിച്ചവരോട് കൃത്യമായി കോടതി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ഇലക്ഷൻ വർഷത്തിൽ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കേണ്ട ആളുകളുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കി തന്നെയാണ് കോടതി ഇതുപോലൊരു ഇടക്കാല ജാമ്യത്തിലേക്ക് പോകുന്നത് എന്ന് കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ആ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അരവിന്ദ് കെജ്രിവാളിനുള്ള അവകാശത്തെ ഉയർത്തിപ്പിടിക്കുക തന്നെയാണ് കോടതി ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ വിജയം തന്നെയാണോ ഇത്? മോദിക്ക് തിരിഞ്ഞു നോക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ടോ? അല്ലേ ഞാൻ ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു ആവശ്യത്തോടെ, വളരെ വികാര ആവശ്യത്തോടു കൂടി പറയുന്നത് എനിക്ക് വിഭിന്നമായിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ കഴിഞ്ഞ 50 ദിവസമായിട്ട് ജയിലിൽ കിടന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കുറ്റാരോപണം ഉണ്ട്, ED ചാർത്തിയ കുറ്റങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം കുറ്റവാളി ആണ് എന്ന് പറയാൻ ആവില്ല. കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ഒരാൾ അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് വിട്ടിരിക്കുന്നത്, ജാമ്യം കൊടുത്തിരിക്കുന്നത്. അത് സാധാരണമല്ല. കേരളത്തിൽ തന്നെ നമ്മുടെ സമ്പത്തിൻ്റെ അച്ഛനുൾപ്പെടെയുള്ളവരെ 65 തിരഞ്ഞെടുപ്പായപ്പോഴത്തേക്ക് ജയിലിൽ കിടന്നതാണ്. VS അച്യുതാനന്ദൻ, EMS നമ്പൂരിപ്പാട്, KM ജോർജ് കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ ജയിലിൽ കിടന്നതാണ് ആ ഘട്ടത്തിൽ. ഈ CPM-കാർ പലരും 65 പിളർപ്പിന് ശേഷം പലരും ജയിലിൽ കിടന്നുകൊണ്ടാണ് മത്സരിച്ചത്. അവരൊക്കെ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയാണ് ജാമ്യം ചോദിച്ചത്. അത് ജാമ്യം കൊടുത്തു. അതൊരു വലിയ സംഭവമാണ്. അതിൻ്റെ അകത്ത് ജാമ്യം കൊടുത്തതിലില്ല, ആ ജാമ്യം കിട്ടിയതിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ആ ജാമ്യം കിട്ടിയ ആൾ അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഭരണം, അദ്ദേഹത്തിൻ്റെ രീതി, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ പ്രചാരണ രീതി, അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ അദ്ദേഹത്തിൻ്റെതായ ഒരു ടച്ച്, കേജ്രിവാൾ ടച്ച്, ഇതൊക്കെ മോദിക്ക് തലവേദനയായിട്ടുണ്ട്. ആദ്യം അദ്ദേഹം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി. BJPക്ക് ഡൽഹിയിൽ കാലുകുത്താൻ കഴിയുന്നില്ല. പഞ്ചാബ് കീഴടക്കി. സ്വാഭാവികമായിട്ടും കേജ്രിവാൾ ഡൽഹിയിലുള്ള BJP നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി മാറി. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ED അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിൽ BJPയുടെ രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ്, പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേട്ടമാണ്. അത് പറയുന്നതിൽ യാതൊരു സംശയവും ഇല്ല. ലാൽ, ഡോക്ടർ സമ്പത്ത്, അപ്പോൾ ഇതാണ് കാര്യമെങ്കിൽ ഇത് കെജ്രിവാൾ ഇനി നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്നത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം തന്നെയാണ്. കേസിനെക്കുറിച്ച് സംസാരിക്കാനൊന്നും ഇപ്പോൾ തൽക്കാലം ഈ കോടതി വിധി ഉള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വർത്തമാനമാണ് നാളെ മുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു തരംഗമായി രാജ്യത്ത് പ്രതിപക്ഷം അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും നാളെ മുതൽ എന്നാണോ കാണേണ്ടത്? അതിൻ്റെ അർത്ഥം അതാണോ? ഡോക്ടർ ലാലെ, നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാഷ്ട്രം കൂടിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച്. 2021 സെൻസസ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല. ഭരണഘടന അനുസരിച്ച് അതിൻ്റെ ഉത്തരവാദിത്വം വന്നത് യൂണിയൻ ഗവൺമെൻറ്റിനുള്ളതാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് സെൻസസ് ഓർ എനിത്തിങ് എക്കിൻ ടു സെൻസസ് സുപ്രീം കോടതിയിൽ യൂണിയൻ ഗവൺമെൻറ് നൽകിയതായിട്ടുള്ള അഫിഡാവിറ്റിലെ വാചകമാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം,
ഈ എങ്ങനെയാണ് BJP നേതൃത്വത്തിലുള്ള സർക്കാർ ഈ മാനിപ്പുലേഷൻ ബൈ ഷിയർ മാനിപ്പുലേഷൻ ആൻഡ് മാക്കിനേഷൻസ് എന്നൊക്കെ സാഹിബിൻ്റെ ഭാഷയിൽ പറയുമല്ലോ, അത് നടത്തുക എന്നുള്ളതിന് തെരഞ്ഞെടുപ്പ് തന്നെ എങ്ങനെ അട്ടിമറിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ പ്രകടമായ ഉദാഹരണം ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പാണ്. ആർക്ക് എങ്ങനെ ന്യായീകരിക്കാനായി കഴിയുക ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പിനെ? നോമിനേറ്റ് ചെയ്യപ്പെട്ട അംഗം തന്നെ റിട്ടേണിംഗ് ഓഫീസർ ആയിരിക്കുകയും ആ റിട്ടേണിംഗ് ഓഫീസർ തന്നെ 8 പേരുടേതായ ബാലറ്റിൽ കൃത്രിമം കാണിക്കുകയും ഇത് കഴിഞ്ഞതിന് ശേഷം തോറ്റ സ്ഥാനാർത്ഥിയെ ജയിച്ചതായി പ്രഖ്യാപിക്കുകയും എല്ലാം ചെയ്ത് ഇത് ക്യാമറയിൽ പിടികൂടപ്പെട്ടത്, സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. അപ്പോൾ BJP എടുത്ത നിലപാടെന്താണ്? ഒന്നുകൂടി തെരഞ്ഞെടുപ്പ്, നമുക്ക് ഒന്നുകൂടി കളിക്കാം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് എങ്ങനെ മേയർ തെരഞ്ഞെടുപ്പ് നടത്താമെന്നതാണ്. എന്താ അപ്പോഴത്തേക്കും അവിടുത്തെ സ്ഥലത്ത് MP ഞങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ 3 പേരെ കൂറുമാറ്റി എടുത്തിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ ചെയ്യും. സുപ്രീം കോടതി കള്ളം കയ്യോടുകൂടി പിടികൂടി. ഇവർ തോറ്റതായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ജയിച്ചത്. അത് അങ്ങനെയാണല്ലോ വന്നത്. സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞതായ വിധിന്യായം അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് പറഞ്ഞു. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഏത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് സുപ്രീം കോടതി പറഞ്ഞാൽ അതിനപ്പുറം വേറെ ഒന്നുമില്ല. നിയമവിരുദ്ധം എന്നൊക്കെ പറയുന്നതിനും അപ്പുറമാണ്. അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതിനെ സംബന്ധിച്ച് മറ്റു പല വ്യാഖ്യാനങ്ങളുമായി വന്നത്. അങ്ങനെ ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ സുപ്രീം കോടതിയുടെ അപ്പെക്സ് കോടതിയുടെ ഉത്തരവിനെ അത്തരത്തിൽ വെല്ലുവിളിക്കുന്ന നിലയിലേക്കുള്ള പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. BJPയുടെ നേതാവാണ് പറയുന്നതെങ്കിലും മറ്റൊരു കാര്യം, നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറഞ്ഞാലും വേറൊരു കാര്യം. ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരാൾ കുറ്റാരോപിതനാണെങ്കിൽ അങ്ങനെ കുറ്റാരോപിതനാണ്, അതുകൊണ്ട് അവരെല്ലാം കുറ്റവാളികളാണ് എന്നങ്ങനെ ജയപ്രകാശ് നാരായണൻ എന്ത് കുറ്റം ചെയ്തിട്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കഴിഞ്ഞത്? പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബാസു, ജ്യോതിർമയ് ബാസു എന്തുകൊണ്ടാണ് അന്ന് ജയിലിൽ കഴിയേണ്ടത്? ജ്യോതിർമയ് ബാസു അന്ന് പാർലമെൻറ്റിൽ CPMൻ്റെ നേതാവ് കൂടിയാണ് എന്ന കാര്യം മറന്നു പോകരുത്. AKG അന്ന് പാർലമെൻ്റ് അംഗം കൂടിയായിരിക്കുമ്പോഴും അദ്ദേഹം എന്തിനാണ്, എൻ്റെ അച്ഛൻ്റെ കാര്യമൊന്നും ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല, ശ്രീ ജേക്കബ് ജോർജ് ഇവിടെ പറഞ്ഞു. അദ്ദേഹം മുമ്പ് ഈ ചൈനാചാരം ആരോപിക്കപ്പെട്ടതും പിന്നീട് അത് കഴിഞ്ഞ് പല സമരങ്ങളിലും അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കാലത്തുമല്ല, ഒരിക്കൽ പോലും ആ മനുഷ്യൻ്റെ പേരിലുള്ള ഏതെങ്കിലും ഒരു കുറ്റകൃത്യം അത് ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് കുറ്റം ചെയ്തു എന്ന് തെളിയിച്ച് ജയിലിലടച്ചതല്ല. എല്ലാം ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് 5-5.5 വർഷക്കാലം പലപ്പോഴായി ജയിലിൽ കഴിയേണ്ടി വന്ന ഒരാൾ, ആ മനുഷ്യൻ്റെ മകനാണ് ഞാൻ ജയിലിൽ കഴിഞ്ഞിട്ടുള്ളത് തന്നെ ഈ IPCയിലെ 124 എന്ന് നിങ്ങൾ പറയുമല്ലോ, ഗവർണറെ കരിങ്കൂടി കാണിച്ചാൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ശിവൻകുട്ടി അടക്കമുള്ള ഞങ്ങൾ 33 ആൺകുട്ടികൾ തിരുവനന്തപുരം സബ് ജയിലിൽ കഴിയേണ്ടി വന്നു. ദിവസങ്ങളോളം ജാമ്യമെല്ലാം അങ്ങനെ നിഷേധിച്ച് പോയി ഇവിടെ ഒരു ഹൈക്കോടതിയിൽ പോയിട്ടാണ് ജാമ്യം എടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം എന്താണെന്നറിയാം, അരവിന്ദ് കെജ്രിവാളിനെ ഇഷ്ടമല്ല. അതിപ്പോൾ ശ്രീ ഉല്ലാസ് ബാബുവിൻ്റെ നമ്മുടെ ചങ്ങാതിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നല്ല ഇത് വല്ലാതെ പുറത്തു വരികയാണ്. അഴിമതിക്കാരനാണ് ഈ പറഞ്ഞാൽ ഇനി പറയാൻ വേറെ ബാക്കിയൊന്നുമില്ല. ഇത് ശ്രീ നരേന്ദ്രമോദിയുടെ തന്നെ ആശാൻ പഠിപ്പിച്ചതാണല്ലോ ശിഷ്യന്മാർ അത്തരത്തിൽ പറയുക എന്നുള്ളത്. ഈ പുറത്തിറങ്ങിയാൽ കാണുന്നതല്ല, നാടെല്ലാം നമ്മുടേതാണ്, വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ പ്രധാനമന്ത്രി പുറത്തിറങ്ങിയാൽ ഡൽഹിയിലെ മുഖ്യമന്ത്രി, അവിടെ എല്ലാം ഡൽഹി മുഖ്യമന്ത്രിയുടെ പടം, ഡൽഹി മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പ്രചരണങ്ങളും മറ്റു എങ്ങനെ സഹിക്കും? ഒരു തവണയല്ല, നേരത്തെയും ഇത് തന്നെ സംഭവിച്ചല്ലോ, 3 തവണ മുഖ്യമന്ത്രിയായത്. നമ്മൾ പരോൾ കിട്ടുക എന്നത് കൺവിക്റ്റഡ് പേഴ്സണ്, കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതായിട്ടുള്ള ഒരു കുറ്റവാളിക്ക് ചില നിബന്ധനകൾക്ക് വിധേയമായി പുറത്തു പോയി വരുന്നതിന് അത്തരത്തിൽ നൽകുന്നതാണ് പരോൾ. എന്നാൽ ഇൻ്ററിം ബെയിൽ, ഇടക്കാല ജാമ്യം എന്നുള്ളത് കുറ്റം തെളിയിച്ചിട്ടില്ല, ഒരാൾ പ്രതിയാണ്, പ്രതി മാത്രമാണ്, ആ പ്രതി കുറ്റവിചാരണ നേരിടാനായി ഇരിക്കുന്നതേ ഉള്ളൂ, ചിലപ്പോൾ കുറ്റവിചാരണ പോലും നേരിടേണ്ടതായിട്ട് വരില്ല, ഡിസ്ചാർജ് ചെയ്ത് പോയേക്കാം. അങ്ങനെയുള്ള ഒരാളിന് നൽകുന്നതാണ് ഇൻ്ററിം ബെയിൽ എന്നുള്ളത്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇക്കാര്യത്തിൽ ഞാനിത് പറഞ്ഞത്, ഞാൻ സമയമെടുക്കുകയല്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലും സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ളൊരു ദുർവ്യാഖ്യാനം നമ്മളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഇത് എയറിലേക്ക് പോവുകയാണ്. ലാലടക്കമുള്ളവരും കൈരളി പീപ്പിളിൻ്റെ ഇതിൻ്റെ മാനേജ്മെൻ്റ് അടക്കം ഇവിടെ ഈ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചെന്ന് കോടതി ഇലക്ഷത്തിന് വേണ്ടി അവിടെ ചെന്ന് നിൽക്കേണ്ടതായ ഒരു ഗതികേടിലേക്ക് വരും ആരെങ്കിലും എടുത്തിട്ട് അത്തരത്തിൽ പോയാൽ. ഞാൻ പറയുന്നതിലടക്കം തെറ്റുണ്ടായാൽ ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് അറ്റ് ഓൾ. തീർച്ചയായും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ആ ബോധം, നിയമപരമായ ബോധവും ബഹുമാനവും ഉള്ളതുകൊണ്ട് തന്നെ കൈരളിയും അതിൻ്റെ അവതാരകനായ ഞാനും അങ്ങനൊരു പരിപാടിയിലേക്ക് കടക്കുന്നതേ ഇല്ല എന്നുള്ള കാര്യം ഒന്നുകൂടെ ബോധ്യപ്പെടുത്തിക്കൊള്ളട്ടെ. പക്ഷേ ഉല്ലാസ് ബാബു തന്നെ അത് ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണം ഇവിടെ പറഞ്ഞതിനൊക്കെ. അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ ഇപ്പോൾ വളരെ കൃത്യമായി തന്നെ ചോദ്യം അതല്ല, ഞാൻ പറയട്ടെ ശ്രീ ഉല്ലാസ് ബാബു, ഞാനത് പറയട്ടെ, താങ്കൾക്ക് അത് പറയാനുള്ള അവസരമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കൂ, ഇതൊരു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരാണ് നിങ്ങളൊക്കെ,
രാഷ്ട്രീയമല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് പറയാനില്ല. നിയമമൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് നിയമ വിദഗ്ധരെ പിന്നീട് പിടിച്ചുകൊണ്ടിരുത്താം. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ്? നാളെ മുതൽ എന്താണ് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്? അത് മോദി വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. BJPക്ക് തലവേദനയാകുകയല്ലേ അരവിന്ദ് കെജ്രിവാൾ വരുന്നതോടുകൂടി, ഈ പുറത്തേക്ക് ഇങ്ങനെ വരുന്നതോടുകൂടി വലിയ ശക്തിയായി പ്രതിപക്ഷം മോദിക്ക് മുമ്പിലേക്ക് എത്തുകയല്ലേ? അത് നിങ്ങൾ ഭയപ്പെടുന്നു എന്നല്ലേ ഇപ്പോൾ ഈ പറയുന്നതിൻ്റെയൊക്കെ അർത്ഥമായി മനസ്സിലാക്കുക ആളുകൾ? എന്നോടല്ലേ ചോദ്യം? അല്ലേ, പറയൂ പറയൂ. എന്നോടല്ലേ ചോദ്യം? അതെ, ഉല്ലാസ് ബാബു താങ്കളോട്. ഞാൻ ലാല് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് 4 കാര്യത്തിനൊന്ന് മറുപടി പറഞ്ഞു. ഒന്ന്, ഹെൻറി എന്ന് പറയപ്പെടുന്ന വ്യക്തി പറഞ്ഞു, ഇത് ഈ BJPക്കും ഏറ്റവും വലിയൊരു പ്രഹരമാണ്. ആര്? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പ് കെജ്രിവാളിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ ബന്ധപ്പെടുത്തിയിട്ടാണോ? എന്താണ് നിങ്ങൾ ഈ തമാശ പറയുന്നത്? 2, ലാല് പറയുന്നു പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിൽ വന്ന് പ്രകമ്പനം കൊള്ളിക്കും നാളെ മുതൽ ഉച്ചയ്ക്ക് 1 മണി മുതൽ. ആര്? കെജ്രിവാൾ. ആ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലേ സർ CPM? നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ഇപ്പൊ എവിടെയുണ്ട്? സിംഗപ്പൂരിലോ ഖത്തറിലോ നെതർലാൻഡ്സിലോ? ഒന്ന് പറ. അപ്പൊ ആ പ്രതിപക്ഷത്തില് നിങ്ങൾക്ക് ആ കെജ്രിവാളിനോട് കാണിക്കുന്ന സ്നേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടില്ലേ? അല്ലെ കേരളത്തിലെ പ്രതിപക്ഷം കൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിക്കില്ലേ? നിങ്ങൾ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചാണ് താങ്കൾ അത് പറഞ്ഞതെങ്കിൽ, മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്ത് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വിനോദയാത്രയ്ക്ക് പോയി എന്ന് താങ്കൾ പറയുന്നത്. അല്ലാതെ രാജ്യത്ത് 5 വർഷം ഭരിക്കാൻ ഏൽപ്പിച്ച എല്ലാ ദിവസവും വിദേശത്ത് പോയിരുന്ന ആളല്ല. ഞാനൊരു വിഷയം പറയുമ്പോൾ ഉദാഹരിക്കും. സ്വാഭാവികം എന്താണ്? ഒരു വ്യക്തി ശിക്ഷ അനുഭവിക്കുമ്പോൾ കരോൾ കിട്ടുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഇതിനെ, ഇൻട്രീം ബെയിലിനെ. അത് രണ്ടും രണ്ടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ള ആളാണ്. അതൊരു സാധാരണക്കാരൻ പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷെ അഭിഭാഷകരായ ഉല്ലാസ് ബാബുവും ഡോക്ടർ സമ്പത്തും അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കില്ല. ഡോക്ടർ സമ്പത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ലാല് മനസ്സിലാക്കിക്കൊള്ളൂ. 2, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയപ്പെടുന്നത് വികസനത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ ഈ നാട്ടിൽ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളോട് സംവദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ അവരവിടെ നിന്ന് എൻട്രി ബെയിലുമ വന്നിട്ട് നാളെ മുതൽ 1 മണി മുതൽ പ്രകമ്പനം കൊള്ളിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വികസനം മാത്രമാണോ പറഞ്ഞത്? നിങ്ങൾ വികസനം മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത് കൊണ്ടുവന്നത്? ഉല്ലാസ് ബാബു ഒരു മിനിറ്റ്. ഒന്ന് കേൾക്കൂ. പ്രതിപക്ഷത്തെ ഇന്ത്യൻ ദയവായി താങ്കളെ ഈ ചർച്ചയ്ക്ക് അയച്ചത് BJPയുടെ ഈ മീഡിയ വിഭാഗമാണല്ലോ. താങ്കളൊന്ന് അവരൊക്കെ ഇത് കാണുന്നതല്ലേ? താങ്കളൊന്ന് കേൾക്കൂ. എന്റെ ചോദ്യത്തോട് താങ്കൾ പ്രതികരിക്കുന്നത്. താങ്കളിങ്ങനെ തർക്കിക്കാതിരിക്കൂ. 4 പേര് അല്ല 5 പേരുണ്ടെങ്കിലും ചർച്ച ചെയ്തോട്ടെ, അവർ സംസാരിച്ചോട്ടെ. താങ്കൾക്കത് മാന്യമായി പറയാമല്ലോ. താങ്കൾ എന്തിനാണ് സമയമൊന്നും അങ്ങനെ ഒരുപോലെ കിട്ടിയെന്ന് വരില്ല. താങ്കളൊന്ന് കേൾക്കൂ. താങ്കളെ ഞാൻ എങ്ങനെയാണ് ചർച്ചയിൽ പങ്കെടുക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനല്ല ഇവിടെ ഇരിക്കുന്നത്. ദയവായി ഒന്ന് കേൾക്കൂ. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. ദയവായി കേൾക്കൂ. നമുക്ക് നല്ല മാന്യമായ രീതിയിൽ തന്നെ പോകാം. എന്റെ പ്രശ്നം അതൊന്നുമല്ല. ഞാൻ താങ്കളോട് എന്താ മാന്യത പറയാനുള്ള കാര്യം പറയണത് എവിടെയാണ്? താങ്കളോട് ഞാൻ ചോദിച്ച ചോദ്യം അതല്ലല്ലോ. താങ്കളോട് ചോദിച്ച ചോദ്യം എന്താണ്? ആ ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോഴേക്കും താങ്കൾ ഇടപെടരുത്. പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടന. അതാണ് താങ്കളുടെ തെറ്റായ ധാരണ. അത് താങ്കളുടെ പാർട്ടിയും ഇതുപോലെയാണോ ഇടപെടുന്നത് രാജ്യത്ത്? നമുക്ക് ഇടപെടാൻ പാടില്ലേ? അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ലേ? അങ്ങോട്ട് എന്ത് ചോദിച്ചാലും ഇങ്ങനെയാണോ ഇടപെടുക? രാജ്യത്തിന്റെ പൊതു നയമാണോ ഇത്? കിട്ടണമെങ്കിൽ കിട്ടിയോട്ടെ, പ്രചരണം നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ. ഞങ്ങളെ സംബന്ധിച്ച് അത് വിഷയമല്ലെന്ന്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വികസനവുമായി ബന്ധപ്പെട്ടാണ്. ഉല്ലാസ് ബാബു, താങ്കൾക്ക് ഈ ചോദ്യം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് താങ്കൾക്ക് ഈ ഉത്തരം പറയാമല്ലോ. താങ്കൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും ബഹളം വെക്കുന്നത്? താങ്കളുടെ പ്രഷർ കൂട്ടുന്നത് എന്തിനാണ്? ഞാൻ സംസാരിക്കുമ്പോ ഇടയിൽ കയറി എന്താണ് തോക്കിന്റെ ഇടയിൽ കയറി? സാർ, അതാണ് ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളോട് ഇടയ്ക്ക് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകുമ്പോൾ ഞാൻ ഇടപെടുന്നത്. അതാണ് ചർച്ചയുടെ രീതി. താങ്കൾ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് മനസ്സിലാകേണ്ടതാണ്. ദയവായി കേൾക്കൂ. ഞാൻ ഒരൊറ്റ ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ ചോദിക്കാം. താങ്കൾ ദയവായി ചർച്ചയുടെ ഈ ഒരു നല്ല ഒരു സ്പിരിറ്റ് കളയരുത്. എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദയവായി ഞാനിപ്പോൾ ചോദിക്കുന്നത് ഇത്രയും മാത്രമാണ്. കെജ്രിവാൾ ഇന്ത്യ മുന്നണിയുടെ നേതാവായി നാളെ മുതൽ രംഗത്തേക്ക് വരുമ്പോൾ BJP വികസനമാണ് പറയുന്നതെന്നാണ് താങ്കൾ പറയുന്നത്.
കഴിഞ്ഞ 2-3 ആഴ്ചകളായി വികസനം കേൾക്കുന്നില്ല. മോദി എന്താ പറയുന്നത്? മോദി പറയുന്നതിൽ വർഗീയതയാണുള്ളത് എന്നാണ് ഇതാ ഇവിടെ നേരത്തെ ഡോക്ടർ സമ്പത്ത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയത്. മോദി പറയുന്നതും മോദിയുടെ ഉപദേശക സമിതിയുടെ, പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളൊക്കെ അത് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ രാജ്യത്ത് മുസ്ലിങ്ങളാണ് കൂടുതൽ ഇപ്പോൾ എണ്ണത്തിൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെയാണ് ആ റിപ്പോർട്ടിൽ. ഇതൊക്കെയാണോ ചർച്ച ചെയ്യേണ്ടത് ഈ സമയത്ത്? ഇതാണോ നിങ്ങളുടെ വികസനത്തിൻ്റെ പ്രചരണം? 21 ദിവസത്തെ ബെയിലും വാങ്ങിച്ചു വന്ന അരവിന്ദ് കെജ്രിവാൾ എന്ത് പ്രചരണം നടത്തിയാലും, പ്രതിപക്ഷത്തെ പ്രചരണത്തെ മുന്നോട്ട് നയിച്ചാലും ലാലെ കൃത്യമായി പറയാം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രചരണ സംവിധാനത്തിനോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ടീമിനോ അതൊന്നും ഒരു വിഷയമേ അല്ല. ഞങ്ങൾ ജനങ്ങളോട് എന്ത് പറയണമെന്ന് നിശ്ചയിക്കുക ഞങ്ങളാണ്. ഡോക്ടർ ലാലുമല്ല, സമ്പത്തുമല്ല, പ്രതിപക്ഷവുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമല്ല എന്ന് കേരളത്തായതുകൊണ്ട് ഞാൻ സംസാരിച്ചോട്ടെ. 2, ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യക്കകത്തെ എല്ലാ ജനങ്ങളോടും BJP സംവദിക്കുന്നത് ഡയറക്റ്റ് ഫ്ലോറിലാണ്. ആ ഡയറക്റ്റ് ഫ്ലോറിൽ സംവദിച്ചുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിങ്ങൾ അപ്പുറത്ത് എന്ത് ഒക്കെ നിങ്ങൾ കൂട്ടി കൊണ്ടുവന്നാലും ഞങ്ങളെ സംബന്ധിച്ച് അത് പ്രശ്നമല്ലെന്നേ. ഞങ്ങൾ ജനങ്ങളോട് പറയാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയും. അത് വികസനത്തിന്റെ ഏത് അറ്റം വരെ പോയിട്ടുള്ള കാര്യം പറയണമെങ്കിൽ ഞങ്ങളത് പറയുമെന്ന്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തം കൊണ്ട് നിങ്ങൾ പനിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങൾക്ക് പറയേണ്ട ആളുകൾ നാട് വിട്ടു പോയതിൽ വിഷമവും നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. ഞങ്ങൾ 3ാം തവണയും അധികാരത്തിൽ വരും. അരവിന്ദ് ചർച്ച ചെയ്യാം. ശരി, ഹെൻറി ഓസ്റ്റിൻ, അപ്പോൾ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ കൊണ്ടു നിർത്തി ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും അവിടെ അവർക്കതൊന്നും പേടിയില്ല. ആ കാര്യത്തിലൊക്കെ അവർ വികസനം പറയുന്നുണ്ട്, അവർ വീണ്ടും അധികാരത്തിലേക്ക് വരും, ഇതാണ് പറയുന്നത്. വികസനം പറഞ്ഞാണ് തുടങ്ങിയതെന്ന് ഞാൻ അംഗീകരിക്കാം. കാരണം ഇലക്ഷൻ്റെ ആരംഭത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റിയാണല്ലോ സംസാരിച്ചത്. ഇന്ത്യയെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാക്കും, ഒരു 3.7 ട്രില്യൺ എന്നുള്ളത് 5 ട്രില്യൺ എക്കോണമി ആക്കും. അങ്ങനെ ഒരുപാട് ആശയങ്ങളാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇപ്പോൾ അതൊന്നും ചർച്ചയിലില്ലല്ലോ. നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളിൽ പോലും ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയെ പറ്റി പറയുന്നില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ എന്താ സംസാരിക്കുന്നത്? കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമ്മളെല്ലാവരും ഈ മാധ്യമങ്ങളെ ഓരോ ദിവസവും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ ആക്റ്റും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും അതേപോലെ തന്നെയുള്ള നമ്മുടെ ജനപ്രതിനിധി ആക്ടിനൊക്കെ എതിരായിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകളാണ്. 59 കംപ്ലൈൻറ്റ് കോൺഗ്രസ് പാർട്ടി തന്നെ ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഈ പ്രചരണത്തിന് ഈ BJP ഇപ്പോൾ ഉല്ലാസ് ബാബു പറയുന്നു ജനങ്ങളോട് ഞങ്ങൾ നേരിട്ട് സംവദിക്കുന്നത്. നേരിട്ടാണല്ലോ എല്ലാവരും സംവദിക്കുന്നത്. എല്ലാവരും നേരിട്ടാണ് സംവദിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയും നേരിട്ടാണ് സംവദിക്കുന്നത്, BJP നേരിട്ടാണ്, CPM നേരിട്ടാണ് സംവദിക്കുന്നത്. അതിലൊന്നും വ്യത്യാസമില്ല. ഇലക്ഷൻ്റെ പ്രചരണത്തിന് നേരിട്ട്. പക്ഷെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? നിങ്ങളിന്ന് ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താണ്? BJPയുടെ പ്രമുഖ നേതാവ് ഇന്ന് അമിത്ഷാ തെലങ്കാനയിൽ പ്രസംഗിച്ചത് എന്താണ്? ഖുറാന്റെയും ശരീഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണമായിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുക. ക്രിക്കറ്റ് ടീമിനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിംകൾ കൊണ്ടായിരിക്കും ക്രിക്കറ്റ് ടീമിനെ സെലക്ഷൻ നടത്തുക. പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? ഇവിടെ നുഴഞ്ഞു കയറ്റക്കാർക്കും പെറ്റുപെരുകുന്നവർക്കുമായിട്ട് ഇവിടുത്തെ സംവരണം അട്ടിമറിക്കുന്നു. നിങ്ങളുടെ താലിമാല അടക്കം കവർന്നെടുത്ത് അവർക്ക് കൊടുക്കും. ദളിതർക്കുള്ള അംബേദ്കർ വിഭാവനം ചെയ്ത റിസർവേഷൻ മുസ്ലിമുകൾക്കായിട്ട് കോൺഗ്രസ് കൊടുക്കും. ഇത്തരത്തിലുള്ള ഒരു അപരവൽക്കരണം വളരെ പ്രകടമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, അപരവൽക്കരണം, വർഗീയത, അതേപോലെ തന്നെ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാം ക്ഷേത്രം കൊണ്ടുവന്ന ആയതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ എത്ര പരസ്യങ്ങളാണ് ഇപ്പോൾ രണ്ടാമത് ഇലക്ഷൻ കമ്മീഷനിൽ തന്നെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചിട്ടുള്ളത്? BJPയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ വരുന്ന വീഡിയോകൾ, അതിലൊക്കെ ഉണ്ടാകുന്ന വിദ്വേഷ പ്രചരണങ്ങൾ എന്താണെന്നുള്ള വളരെ വ്യക്തമായിട്ട് നമ്മളെല്ലാവരും കാണുന്നതല്ലേ. ഉല്ലാസ് ബാബു മാത്രം അത് കാണുന്നുണ്ടാവില്ല, ഞങ്ങളെല്ലാവരും അത് കാണുന്നതാണ്. ഇവിടെ ഈ പ്രചരണത്തിന് നടക്കുന്ന ഈ ഒരു വിഭാഗീയമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് BJPയുടെ ക്ലാസിക്കൽ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് അവർ തിരിച്ചു പോയിരിക്കുകയാണ്. വികസന അജണ്ടയൊന്നും ഇപ്പോൾ ആരും ചർച്ചയിൽ വരുന്നേയില്ല. ആ വികസന അജണ്ടകളെ അല്ല ഇപ്പോൾ ചർച്ചയിൽ വരുന്നത്. എന്താണ് വികസന അജണ്ട ചർച്ചയിൽ വരാത്തെന്നുള്ള ചോദ്യത്തിനൂടി നമ്മൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യലിസ്റ്റ് അജണ്ട വീണ്ടും ചർച്ചയിലേക്ക് കോൺഗ്രസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം സാമ്പത്തിക മേഖലയിൽ ഇന്ത്യയിലെ കടുത്ത ദാരിദ്ര്യം, ഇന്ത്യ 111ാമത്തെ രാജ്യമാണ് ഹങ്കർ ഇൻഡെക്സിൽ. ഇവിടെ കർഷകന്റെ ശരാശരി വേതനം 2014 220 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 10 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിന് ശേഷം 206 രൂപയാണ്. 1 ലക്ഷം കർഷകരാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്.
ശരാശരി 30 കർഷകർ ഒരു ദിവസം ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കണക്കല്ല, സർക്കാരിൻ്റെ കണക്ക് തന്നെയാണ്. അപ്പോൾ എവിടെയാണ് ഈ വികസനം? ആരാ വികസിച്ചത്? ഇന്ത്യ വികസിച്ചു. പക്ഷെ ആരാ വികസിച്ചത്? സാധാരണക്കാരൻ വികസിച്ചിട്ടില്ല. ശരാശരി വേതനം കൂടിയിട്ടില്ല, വരുമാനം കൂടിയിട്ടില്ല, വലിയ തോതിൽ ചെലവുകൾ വർദ്ധിച്ചിട്ടുണ്ട്, കടബാധ്യത വർദ്ധിച്ചിട്ടുണ്ട്, സേവിങ്സ് റേറ്റ് ഏറ്റവും ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിൽക്കുന്നു, തൊഴിലില്ലായ്മ 30 വർഷത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിൽക്കുന്നു. ഇതാണോ വികസനം? ആ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾ വന്നതുകൊണ്ട് അത് ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് വികസന അജണ്ടയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കാറ്റ് മാറി വീശുന്നു. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ രാഷ്ട്രപതി ഒരു തരംഗമില്ല. നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള BJPയുടെ അജണ്ടയ്ക്ക് ഒരു ആനുകൂല്യം ഇന്ന് ഈ രാജ്യത്തില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മളെക്കാളും മുമ്പ് BJPക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആ ക്യാമ്പയിൻ ടീമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് വികസനത്തിന്റെ അജണ്ട ബാക്ക് ബെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് ഇന്ന് വർഗീയതയുടെയും കമ്മ്യൂണലിസത്തിന്റെയും വിഭാഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ഒരു പ്രചരണത്തിലേക്ക് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇലക്ഷൻ കമ്മീഷൻ പോലും വിദ്വേഷ പ്രചരണം നടത്തുന്ന വ്യക്തികൾക്കെതിരെ നടപടി എടുക്കുന്നതിന് പകരം പാർട്ടി പ്രസിഡന്റിനോടാണ് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ ക്യാമ്പയിനർമാരെ നിലക്ക് നിർത്തണമെന്ന്. എല്ലാ ഭരണ സംവിധാനങ്ങളും ജനാധിപത്യ സംവിധാനം അടക്കി ഭരിച്ചുകൊണ്ട് തങ്ങളുടെ ആളുകളെ കൊണ്ട് നിറച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമത്തിലേക്ക് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ജനം എന്നുള്ളൊരു ഏറ്റവും കേവലമായിട്ടുള്ള ചിന്തയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ശരി, ശ്രീ ജേക്കബ് ജോർജ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പലതും. കേജ്രിവാൾ എന്ന ഒരു മുഖ്യമന്ത്രിയല്ല. യെസ്, ഞാൻ വരാം ശ്രീ ഹെൻറി ഓസ്റ്റിൻ. ശ്രീ ജേക്കബ് ജോർജ്, നമുക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് BJPയുടെ തന്ത്രം എന്നുള്ളത്? ഓരോ സ്ഥലത്തും അവിടുത്തെ രാഷ്ട്രീയത്തിന് യോജിച്ച രീതിയിൽ വോട്ട് കിട്ടാൻ വേണ്ടി ഏത് രീതിയിലുള്ള തന്ത്രം പ്രയോഗിക്കാം എന്നുള്ളതാണ് മോദിയുടെ പ്രസംഗങ്ങളിൽ കാണുന്നത്. കേരളത്തിൽ പ്രസംഗിക്കുന്നത് ഒന്ന്, മറ്റുള്ള പല സ്ഥലങ്ങളിലും വേറെ രീതിയിൽ. ഇപ്പോൾ ഡൽഹിയിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ അകത്താകുകയാണെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിയിൽ അതൊരു പ്രശ്നമായി മാറുകയും അങ്ങനെ ആം ആദ്മി പാർട്ടി സ്പ്ലിറ്റായി മാറി, വിഭാഗങ്ങളായി മാറി, അതിൻ്റെ നല്ല അംശങ്ങളൊക്കെ BJPക്കൊപ്പം പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ എവിടെ എന്ന് അന്വേഷിച്ചിടത്താണ് ഇപ്പോൾ അതൊക്കെ തകിടം മറിഞ്ഞ് കെജ്രിവാൾ അതിശക്തനായി തിരിച്ചു വന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയൊക്കെ കൂടി ചേർന്ന് BJPക്കെതിരെ അടുത്ത ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിലേക്ക് പോകുന്നത്. ഇത് BJPയുടെ ആലോചനകൾക്ക് വിരുദ്ധമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അത് BJPക്ക് മനസ്സിലാകുന്നുണ്ടോ ശ്രീ ജേക്കബ് ജോർജ്? അല്ല, BJPയുടെ പ്രചാരണ രീതി മാറി. ആദ്യം കുറച്ച് ദിവസങ്ങളിൽ വികസനത്തിൻ്റെ കാര്യമൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് 1, 2, 3 റൗണ്ട് ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ടോണാകെ മാറി. പിന്നീട് വർഗീയതയായി, കടുത്ത വർഗീയത. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയും പറഞ്ഞിട്ടില്ലാത്ത, ഒരു പ്രധാനമന്ത്രിയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയും പറയരുതാത്ത കാര്യങ്ങളിലേക്ക്, ആ ലെവലിലേക്ക് അദ്ദേഹം നീങ്ങി. മുസ്ലിങ്ങളെക്കുറിച്ചും വളരെ മോശമായ, പേരെടുത്ത് പറഞ്ഞ് തന്നെ അധിക്ഷേപവും ആക്ഷേപവും ഒക്കെ ഉൾക്കൊള്ളുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പരാജയ ഭീതി കൊണ്ടാണ് എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങൾ, അതിനകത്തൊരു വേറൊരു ഘടകമാണത്, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങൾ സാധാരണ ഇതുവരെയും ഒരു മോദിക്ക് അനുകൂലമായൊരു നിലപാടാണ് ദേശീയ മാധ്യമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള പത്രങ്ങളും ടെലിവിഷൻ ചാനലുകളും. പക്ഷേ അവർ പോലും അവരുടെ റിപ്പോർട്ടിംഗ് രീതി മാറ്റിയിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ വരുമ്പോഴത്തേക്ക് കാണാം ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ നിലപാട് പെട്ടെന്നാണൊരു മാറ്റം. കേജ്രിവാൾ വന്നത് വലിയൊരു പ്രശ്നമാണ്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകും എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതും ഒരു വലിയ മാറ്റമാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അദാനി അംബാനിമാർ ചാക്കിൽ കിട്ടി പണം കോൺഗ്രസിന് കൊടുത്തു എന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പറയുന്നതെന്ന് ഓർക്കണം. ടെമ്പോ വാനിൽ കൊണ്ട കൊടുത്തു എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന പ്രസ്താവനയാണ്. ആരാ അദാനി, ആരാ അംബാനി എന്നുള്ളത് ഇന്ത്യക്കാർക്കറിയാം. കോൺഗ്രസ്സുകാരെപ്പോഴും കുറ്റം ആരോപിക്കുന്ന 2 വലിയ പേരുകളാണ് അദാനി, അംബാനി. അവർ കോൺഗ്രസ്സിന് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി തന്നെ സമ്മതിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ മാറി വീശുന്ന കാറ്റ് അദാനി അംബാനിമാർക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത ഭരണം കോൺഗ്രസ്സിനാണെങ്കിൽ അവരെ ഇപ്പോഴേ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം അദാനിയും അംബാനിയും
നരേന്ദ്രമോദിയുടെ വളരെ പ്രിയപ്പെട്ടവരായിരുന്ന ഫേവറേറ്റ്സ് ആയിരുന്ന ഈ രണ്ട് മുതലാളിമാരും മനസ്സിലാക്കിയിരിക്കുന്നു അവർക്ക് കാശ് ടെമ്പോ വാനിൽ നിറച്ച് നോട്ട് കെട്ടുകൾ കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. കേരളത്തിലും എത്തിയിട്ടുണ്ടാവും ലാൽ, തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് അത് സമ്മതിക്കുന്നില്ല, അവർക്ക് പൈസ ഒന്നും ഇല്ല ഇപ്പോഴും മത്സരിക്കാനെന്നൊക്കെയാണ് ചിലരൊക്കെ പറയുന്നത്. ഹെൻറി ഓസ്റ്റിൻ എന്തോ പറയുമോ ആർക്കറിയാം. ഹെൻറി ഓസ്റ്റിൻ എവിടെയാണ്, കൊച്ചിയിലാണോ? അതെ കൊച്ചിയിൽ. ആ പേര് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി കേട്ടോ, ഹെൻറി ഓസ്റ്റിന് ഇത് പേര് കേട്ടപ്പോൾ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ ഒരു കാറ്റ് മാറി വീശുന്നുണ്ട്. അത് കടുത്ത വർഗീയതയിലേക്ക് പ്രധാനമന്ത്രി പ്രചരണം തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലായി. ഇപ്പോൾ വികസനം അദ്ദേഹത്തിൻ്റെ അജണ്ടയല്ല. മോദി മാത്രം, BJP പോലും അദ്ദേഹം BJPക്ക് വോട്ട് ചെയ്യാമെന്ന് പോലും അദ്ദേഹം പറയുന്നില്ല. നിങ്ങളുടെ വോട്ട് നരേന്ദ്രമോദിക്ക് ചെയ്യുക, ഞാൻ മാത്രമാണ് എല്ലാം. ഇത് BJPക്ക് അകത്തും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഡൽഹിയിലെ ഒരു പത്രക്കാരൻ എന്നോട് പറയുകയായിരുന്നു, പത്രപ്രവർത്തകനാണ്, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രസംഗിച്ചപ്പോൾ ഒരു ദിവസം മുഴുക്കെയുള്ള പ്രസംഗങ്ങൾ അവർ കൂടെ കടന്ന് കേട്ടു. ഒറ്റത്തവണയാണ് നരേന്ദ്രമോദി എന്ന പേര് ഉപയോഗിച്ചത്. ഒരു ദിവസത്തെ മുഴുവൻ പ്രസംഗങ്ങൾക്കിടയിൽ ഒറ്റത്തവണ മാത്രമാണ് മോദി എന്ന വാക്ക് UPയുടെ മുഖ്യമന്ത്രി പ്രയോഗിച്ചത്. അതിൻ്റെ അർത്ഥം അത് നൽകുന്ന സൂചന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാര്യങ്ങൾ മാറ്റമുണ്ട്. ഇതൊന്നുമല്ല, മോദി ഭരിക്കുകയാണെങ്കിൽ ഭരിച്ചോട്ടെ, നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ഒന്ന് മാറി നിന്ന് കണ്ടുകൊണ്ട് വിലയിരുത്തി എന്ന് മാത്രമേ ഉള്ളൂ ലാൽ. ശ്രീ ജേക്കബ് ജോർജ്, അതായത് എന്തായാലും ഇതുവരെ കഴിഞ്ഞ ഘട്ടങ്ങൾ പോലെ അല്ല, ഒരു വലിയ വ്യത്യാസം കാണുന്നുണ്ട് താങ്കൾ? അതെ, ഒരു വലിയ വ്യത്യാസം എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഇത്ര വികാരപരമായിട്ട് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്. മുമ്പൊക്കെ യുദ്ധം എപ്പോഴും തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകമായിട്ടുണ്ട്. യുദ്ധം ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മുടെ ആരെങ്കിലും വെടിയേറ്റ് മരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ ഗുജറാത്തിൽ നടന്ന എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെയുള്ള തുടർച്ചയായിട്ടുള്ള അറ്റാക്ക്, അതും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. കോൺഗ്രസ്സിന് നിങ്ങൾ വോട്ട് കൊടുത്താൽ ഇവിടെയുള്ള സ്വത്തുക്കൾ മുഴുക്കിയെടുത്ത് മുസ്ലിങ്ങൾ കൊടുക്കും. ഇതെങ്ങനെ പറയാൻ കഴിയും? ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ രാമക്ഷേത്രം ഉണ്ടാക്കിയെന്ന് പറയുന്നു, അതിൻ്റെ പേരിലാണ് വോട്ട് പിടിക്കാൻ ആദ്യം ശ്രമിച്ചത്. രാമക്ഷേത്രം ജവഹർലാൽ നെഹ്റു ഉണ്ടല്ലോ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അദ്ദേഹം ഇന്ത്യയിൽ IIT-കളാണ് സ്ഥാപിച്ചത്, IIM-കളാണ് സ്ഥാപിച്ചത്. 23-24 കേന്ദ്ര ഗവേഷണ സ്ഥാപനങ്ങൾ, DRDO, ISRO ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു സ്ഥാപിച്ചതാണ്. ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയത് കൊണ്ട്, ഒരു വലിയ പ്രതിമയുണ്ടാക്കിയത് കൊണ്ട് എത്ര പിള്ളേർക്ക് പഠിക്കാൻ പറ്റും? എത്ര പള്ളിക്കൂടങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കാമായിരുന്നു. ഇവിടെ ദാരിദ്ര്യത്തിൻ്റെ കണക്ക്, ഇവിടെ പട്ടിണിപ്പാവങ്ങൾ, തൊഴിലില്ലായ്മ, ഇവരോടൊക്കെ മുസ്ലിം വിരോധം എത്ര കാലം, എത്ര തവണ, രാമക്ഷേത്രത്തിൻ്റെ കാര്യം എത്ര തവണ പറയും? അതാണ് ഇവിടെ ചോദ്യം. അത് ജനങ്ങൾ ചോദിച്ചു തുടങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. 2 മിനിറ്റിൽ താഴെ മാത്രമാണ് ഓരോരുത്തർക്കും ഉണ്ടാകുക. ഡോക്ടർ സമ്പത്ത്, ഇതിപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇപ്പോൾ ഉല്ലാസ് ബാബു പറയുന്നത് പോലെയല്ല. ഉല്ലാസ് ബാബു ഇപ്പോൾ ജൂൺ 1-ാം തീയതി തിരിച്ചു പോകണം, കൊക്കോ എന്നൊക്കെ പറഞ്ഞ് കയറണം എന്ന് പറയുന്നതൊക്കെ ഇത് ഗുണം ചെയ്യുന്നത് ആം ആദ്മിക്കാണ്, പ്രതിപക്ഷ മുന്നണിക്കാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഒരു സിമ്പതിയാണ്. അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും ജൂൺ 1-ാം തീയതി ആകുമ്പോഴത്തേക്കും ജയിലിലേക്ക് അയക്കാൻ പോകുന്നു, അതിനു വേണ്ടിയിട്ടാണ് BJP മെനക്കെടുന്നത് എന്നാണ്. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുന്നോ അദാനിയും അംബാനിയും ഒക്കെ? ഇതിപ്പോൾ ഈ അദാനി ആയാലും അംബാനി ആയാലും ഇന്ത്യയിലെ ഒരു 2 ഡസൻ ശതകോടീശ്വര കുടുംബങ്ങളിൽ അത് വാസ്തവത്തിൽ അത് ആരുടെ സൃഷ്ടിയാണ്? അത് BJPയുടെ ഈ സർക്കാരിൻ്റെ സൃഷ്ടിയാണ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ BJPയുടെ കയ്യിലുള്ള ആ സർക്കാരിൻ്റെ സൃഷ്ടിയാണ്. തിരിച്ച് ഈ സർക്കാർ ആരുടെ സൃഷ്ടിയാണ്? ഈ സർക്കാർ ഇവരുടെ സൃഷ്ടിയാണ്. മുട്ടയിൽ നിന്ന് കോഴി വിരിയുന്നു എന്നുള്ളതുപോലെയും കോഴി മുട്ടയിടുന്നു എന്നുള്ളതുപോലെയും ഇത് പരസ്പര പൂരകമായി പരസ്പര സഹായ സംഘങ്ങളായി അത്തരത്തിൽ പോകുന്നതാണ്. ഇവിടെ ഈ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആരോപണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ 1.5 മിനിറ്റല്ലേ ഉള്ളൂ. 30-ാം തീയതി ജനുവരി മാസം 1939 ജർമ്മൻ പാർലമെൻറ്റിലെ ഒരു പ്രസംഗത്തിൽ റീസ്റ്റാർ ജർമ്മൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ അന്ന് ഹിറ്റ്ലർ നടത്തിയൊരു പ്രസംഗമുണ്ട്.
നീണ്ട പ്രസംഗത്തിൻ്റെ ചുരുക്കം എന്നുള്ളത് ജൂതന്മാർക്കെതിരായിട്ടുള്ള പ്രസംഗം, അവരിങ്ങനെ പെറ്റുപെരുകുന്നു എന്നുള്ള ഒരു മൃഗവുമായിട്ട് കൂടി അത് ഉപമിക്കുകയുണ്ടായി. അവരെ ആ മൃഗത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, ചിലർക്ക് അത് ആറാമാണ് നിഷിദ്ധമാണെന്നുള്ളത് കൊണ്ട് പറയുന്നില്ല. അവരെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് ഒരു യുദ്ധം ഉണ്ടാവണം, ആ യുദ്ധം ഉണ്ടായാൽ ഇവരെ മുഴുവൻ യൂറോപ്പിൽ നിന്ന് തന്നെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യണം എന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൻ്റെ ഏകദേശ പരിഭാഷ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ ഈ വർഗീയ വിദ്വേഷം വിളമ്പുന്ന നിലയിലേക്കുള്ള ഈ വർഗീയത എന്നുള്ളത് വസൂരി പോലെ ഇങ്ങനെ പടർത്ത് പിടിക്കാവുന്ന ഒരു കാര്യമാണ്, വെടിമരുന്നിന് തീ പിടിപ്പിക്കാവുന്നത് പോലെ. ഇവിടെ അദ്ദേഹം നടത്തും പോപ്പുലേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്, ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ജനസംഖ്യാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ളത് മുസ്ലിങ്ങളിൽ അതിൽ 1% കുറവ് സംഭവിക്കുമ്പോൾ അവർ 0.7% കുറവ്, അത് 1% മുസ്ലിങ്ങളിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റിൽ കുറവ് വരുന്നു, ഹിന്ദുക്കളിൽ 0.7% എന്നുള്ളതിൽ. അപ്പോൾ ഇത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നത് കൊണ്ട് അത് യാഥാർത്ഥ്യമാകുന്നില്ല ഈ കാര്യത്തിൽ. ഇനി കേജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് ഈ ഇത്തരത്തിൽ ഇടക്കാല ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ളതിൻ്റെ ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഇത് പണ്ടൊരു ചങ്ങാതി പറഞ്ഞതുപോലെയാണ്, ഈ അടിയും കൊണ്ട് പുളിയും കുടിച്ച് കരവും മുടുക്കി. അടിയെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് പറയുകയാണ് നല്ല പെരമ്പ്, എവിടെ നിന്ന് കിട്ടിയാലും നല്ല പെരമ്പാണ് കേട്ടോ, സമ്മതിക്കണം എന്ന്. പുളി നല്ല പുളിമരത്തിലുള്ള കായാണ്, ഇതിൻ്റെ വിത്ത് കിട്ടിയാൽ ഇതൊന്ന് ഇട്ട് പൊടിപ്പിക്കണം, നല്ല പുളിയാണ്. പിന്നെ ഞാൻ പറ്റിച്ചു എങ്ങനെയാണ് ഞാൻ കരം കൊടുത്തു എന്ന് പറയുന്നത്, പഴകിയ നോട്ടുകളാണ് ഞാൻ കൊടുത്തത്, മുഷിഞ്ഞ് നാർന്ന നോട്ടുകളാണ് കൊടുത്തത്. ഇതുപോലെയാണ് BJP ഇന്നിപ്പോൾ പറയുന്നതായിട്ടുള്ള കാര്യം. അവരുടെ മനസ്സിൽ നിന്ന് തന്നെ വരുന്നുണ്ടല്ലോ, അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷത്തോടുള്ള അവരുടേതായിട്ടുള്ളൊരു എന്താണ് വല്ലാത്തൊരു ശത്രുത. രാഷ്ട്രീയ എതിരാളി ഒരിക്കലും ശത്രുവായി കാണേണ്ടതല്ല, രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രപരമായി മറുഭാഗത്ത് നിൽക്കുന്നവരെയും അങ്ങനെ ഭത്സിക്കേണ്ടതല്ല. ഞാൻ ചുരുക്കുന്നത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ചുരുക്കാം. ഇന്ത്യയുടെ ഇന്ന് വരെയുള്ള പാർലമെൻ്ററി ചരിത്രത്തിൽ പ്രതിപക്ഷ നിരകളിലുള്ള നേതാക്കന്മാരെയും പാർലമെൻറ്റ് അംഗങ്ങളെയും ഒരു പ്രധാനമന്ത്രി തന്നെ വ്യക്തിപരമായി ഭത്സിക്കുന്ന, റിഡിക്യൂൾ ചെയ്യുന്ന നിലയിലേക്കുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരേ ഒരാളെ നടത്തിയിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ അത്തരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന് പാർലമെൻറ്റിൽ പൊട്ടിക്കരയേണ്ടി വന്ന മനുഷ്യൻ ഇന്ന് പഞ്ചാബിലെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം കൂടി മറന്നുപോകും. യെസ്, കൃത്യമാണ്. ശ്രീ ഹെൻറി ഓസ്റ്റിൻ, ഇന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ച ഒരു കാര്യം കൂടി ശ്രദ്ധയിലേക്ക് വരുന്നു. അദ്ദേഹം ഇത്രയും ദിവസം പറഞ്ഞതിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഇന്നത്തെ ഈ കാര്യമാണ്. മോദി ഗയ, ഇനി പ്രധാനമന്ത്രി ആകില്ല എന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു കയ്യടി ഇന്നിപ്പം വാർത്തകളിലൊക്കെ കണ്ടു. ശരിക്കും ഈ ഒരു പ്രതീക്ഷയൊക്കെ ഇന്നത്തെ ഈ വാർത്തകളൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കി കോൺഗ്രസ് പറയുന്നതാണോ, അതോ ഈ അംബാനിയും അദാനിയും ഒക്കെ നിങ്ങൾ നേരത്തെ തന്നെ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചോ ഇവരൊക്കെ പറയുന്ന പോലെ? അംബാനി അദാനിയെ പറ്റിയുള്ള വാർത്തകൾ പ്രധാനമന്ത്രി തന്നെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇന്ന് അതിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ, ഇവരുടെ എല്ലാ അന്വേഷണ ഏജൻസികളും ഉണ്ടല്ലോ, അതിനെപ്പറ്റി അന്വേഷിച്ച് അതിൻ്റെ ഈ തെളിവുകൾ കൊടുക്കണമല്ലോ. ഒരു ആരോപണം പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പോൾ ആരോപണങ്ങൾ അവർ തെളിയിക്കട്ടെ. അവരുടെ എല്ലാ അന്വേഷണ ഏജൻസികളും അവരുടെ ഡിസ്പോസലുണ്ട്. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, ഇത്രയധികം വേട്ടയാടപ്പെട്ട മറ്റൊരു നേതാവ് ഇന്ത്യയിലില്ല. അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യൽ മാത്രമല്ല, അദ്ദേഹത്തെ അയോഗ്യനാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു, വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതിനെല്ലാം ശേഷം അദ്ദേഹം ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഇപ്പോഴും മുൻപന്തിയിൽ തന്നെ നിൽക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളും ഒരു റെസിസ്റ്റൻസിൻ്റെ, ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു റെസിസ്റ്റൻസിൻ്റെ ഫിഗറായിട്ട് ഇന്ന് നാളെ പുറത്തേക്ക് സജീവമായിട്ട് വരികയാണ്. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ നമ്മൾ ചില മൂല്യങ്ങൾ, ഇന്ത്യൻ ജനാധിപത്യത്തെ ഡിഫൈൻ ചെയ്യുന്ന, ഇന്ത്യ എന്ന രാഷ്ട്രത്തെ ഡിഫൈൻ ചെയ്യുന്ന ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ആ മൂല്യങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറുകയാണ്. വർഗീയത ഒരു വശത്ത് അവർ പ്രചരിപ്പിക്കുമ്പോൾ, BJP പ്രചരിപ്പിക്കുമ്പോൾ, സമഗ്രാധിപത്യത്തിനു വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ, അവർ ആ വിദ്വേഷത്തിൻ്റെയും വിഭാഗീയതയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കുമ്പോൾ, മറുവശത്ത് ഇന്ത്യയിലെ ജനാധിപത്യം നിലനിൽക്കണമെന്നും മതേതരത്വം വേണമെന്നും സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തിരിച്ചു വരണമെന്നും ഉള്ള ഒരു ചിന്ത കൂടി ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 4ാം ഘട്ടത്തിലെ ആ കേജ്രിവാൾ കൂടി പ്രചരണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യ മുന്നണി ശക്തമായൊരു നിലയിലേക്ക് കാര്യങ്ങളെ നീങ്ങുന്നു. നരേന്ദ്രമോദിയും BJP സർക്കാരിനെ പരിഭ്രാന്തി അതിനുള്ള വലിയ തെളിവാണെന്ന് മാത്രമാണ് ഇവിടെ. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അപ്പോൾ ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ തൊട്ടത് വെറുതെ കാര്യങ്ങളെ കൊണ്ടുവന്ന് വല്ലാതെ എത്തിച്ചു, കയ്യിൽ നിന്ന് പോയി കാര്യങ്ങൾ എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട.
രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിർത്തി അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ കോൺഗ്രസിന്റെ അനിൽ ചൗധരി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനം എന്താണെന്ന്, ആ പരാതിയിൽ കോൺഗ്രസ് നേതാക്കന്മാർ അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം അനിൽ വിളിച്ചു, ഡോക്ടർ ലാൽ ഇപ്പൊ പറഞ്ഞു രാഹുൽ ഗാന്ധി നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്ന്. ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ലാൽ മറന്നുപോയോ? ഇല്ല, അതൊക്കെ നല്ലോണം ചർച്ച ചെയ്തിട്ടാണ് ഞാൻ അതാണ് പറഞ്ഞത്. ഈ അടുത്ത കാലത്തൊന്നും പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല, പക്ഷെ ഇത് കൊള്ളാന്ന് പറഞ്ഞത് കൂട്ടിയാലും നിങ്ങൾ എന്തൊക്കെ കൊപ്പ് കൂട്ടിയാലും എന്തൊക്കെ പ്രതിപക്ഷ ഗിമ്മിക്ക് കളിച്ചാലും ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിയ സർക്കാർ പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങളുടെ മനസ്സിലുണ്ട്. ആ ജനങ്ങൾ അത് കൃത്യമായി വിലയിരുത്തും. അത് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ ലാലിനും എനിക്കും ബഹുമാനപ്പെട്ട സമ്പത്ത് സാറിനും ജേക്കബ് ജോർജ് സാർ ഹെൻറിക്കൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യാം. ആ സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് എന്ന് പറയപ്പെടുന്നത് അല്ല ദാസ, നമ്മുടെ ചിന്താഗതികൾക്ക് എന്തേ തെറ്റുപറ്റി എന്ന് ചോദിക്കുന്ന ഒരു സിനിമാ ശൈലി പോലെ നിങ്ങൾ ഇരിക്കേണ്ടി വരും. ഞങ്ങൾ 3-ാം തവണയും ലാലെ എഴുതി വെച്ചോ അധികാരത്തിൽ വരും. ഒരു ജേക്കബ് ജോർജ്, താങ്കൾക്ക് എന്താണ് അക്കാര്യത്തിൽ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ തേരോട്ടത്തിനെ എതിർക്കാനാവില്ലെന്ന് ലാലെഴുതി. ശരി, അല്ലല്ല, അദ്ദേഹം 3-ാം തവണയും വരട്ടെ. പക്ഷേ ഒരാർക്കണം, ഇന്ത്യയിലെ പാവപ്പെട്ടവരെ പട്ടിണിക്കാരൊക്കെ കൂടിയാണ് ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചത്. അത് ഓർക്കണം. ഇന്ത്യയിലെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, ഇന്നും ഗതി കിട്ടാതെ കിടക്കുന്നവർക്ക്, ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാവപ്പെട്ടവർ, അവരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഭാവി. അവർ തീരുമാനിച്ചോളും. അത് നമുക്ക് ജൂൺ 4-ാം തീയതി അറിയുകയും ചെയ്യും. യെസ്, തീർച്ചയായും. അല്ലാതെ എന്തായാലും ശരി, ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഒന്നും അറിയണ്ട, ഒന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളെ എതിർക്കുന്നവരെ ഞങ്ങൾ ചിലപ്പോൾ അകത്താക്കും, നിയമം നോക്കില്ല, ഭരണഘടനയൊന്നും അനുസരിക്കില്ല, ഇതൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കുറച്ചു കാലമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ എല്ലാം തീരുമാനിക്കുന്നത് 5 വർഷത്തിലൊരിക്കൽ ആ ജനങ്ങളാണ്. അവരിപ്പോൾ ഒരു 4-ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴേക്കും ഇവിടെ ചങ്കിടിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. പറയുന്നത് എന്താണെന്നൊരു വെപ്രാളത്തിലൂടെ ആർക്കും ഒന്നും വ്യക്തമാകുന്നുമില്ല. നമുക്ക് കൃത്യമായി ജൂൺ 4-ന് തന്നെ കാര്യങ്ങൾ അറിയാം. ഉല്ലാസ് ബാബു പറഞ്ഞതുപോലെ വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന്. ഡോക്ടർ സമ്പത്ത്, ഹെൻറി ഓസ്റ്റിൻ, ഉല്ലാസ് ബാബു, ഒപ്പം ജേക്കബ് ജോർജ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.